അപ്പോൾ രാജലക്ഷ്മി നമുക്ക് ഇത്തവണ നാടകം കളിക്കണം. അപ്പോൾ എനിക്ക് മോണാക്ട് മിമിക്രി പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കളിക്കാം വിളിച്ചിട്ട് കേട്ടു എന്തോ വലിയ സംഭവം നായികയാക്കും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഒരു രാക്ഷസൻ്റെ വേഷം. അങ്ങനെ മാത്രം യൂത്ത് ഫെസ്റ്റിവൽ ഓണം കഴിഞ്ഞാൽ ഞാൻ സ്പോർട്സാണ്. ഈ സ്പോർട്സ് സിനിമ അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് രണ്ട് സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലോട്ട് എനിക്ക് പോകേണ്ടി വരും എന്നുള്ള ചിന്ത ആദ്യം ഇല്ല, സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ സിനിമാ മേഖലയിൽ വന്ന് പെടുന്നൊന്നും. 10ാം ക്ലാസ് വരെയുള്ള രാജലക്ഷ്മി പറന്ന് ഫ്ലൈ ആയിട്ട് സ്പോർട്സ് മാത്രം മനസ്സിലുള്ളൊരു കുട്ടിയാണ്. വേറെ പ്രണയം പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. +2 കഴിഞ്ഞപ്പോൾ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളായി. പ്രണയം വന്നു, വിവാഹം വന്നു. ആ വിവാഹത്തിലൂടെ കുറേ തിരിച്ചറിവുകളുണ്ടായി. കണ്ടന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ ചേച്ചി പറഞ്ഞില്ലേ ഇത് വർക്കാവും, ആ ഒരു ബോധ്യം ഉണ്ടാകുന്ന എങ്ങനെയാണ്? ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ സ്വീകരിക്കും എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്? നമ്മൾ മലയാളികളാണ്, നമ്മുടെ മനസ്സിൽ നന്മയുണ്ട്. നമ്മുടെ നാടും വീടും നമ്മുടെ കുടുംബമാണ് നമുക്ക് വലുത്. എല്ലാ മലയാളിയും എന്തിനാ പ്രവാസത്തിൽ പോണേ? എനിക്ക് പറയാനുള്ള പ്രതിഷേധങ്ങളൊക്കെ ഞാൻ കണ്ടന്റിലൂടെ എൻ്റെ പ്രതിഷേധങ്ങളൊക്കെ ഞാൻ ഭർത്താവ് ഒരു എപ്പിസോഡിൽ വീട്ടിൽ വന്ന് നിൽക്കാൻ പറയുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണോടി, എനിക്ക് ഇവിടെ കിടന്ന് ഉറക്കം വരത്തില്ല. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് ഒരിത്തിരി പ്രശ്നമുണ്ട്. കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് ചേച്ചി ഇന്റർവ്യൂയുടെ തുടക്കത്തിൽ മെൻഷൻ ചെയ്തിട്ട് ഞാൻ 2K കിഡ്സിന്റെ അമ്മയാണെന്നുള്ളത്. ഇപ്പം തുടർച്ചയായി വാർത്തകളിൽ വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മിഹിർ എന്ന് പറയുന്ന കുട്ടിയുടെ ഇഷ്യൂ, കോഴിക്കോട് ഷഹബാസ് എന്ന് പറയുന്ന കുട്ടിയുടെ ഇഷ്യൂ, കുട്ടികൾക്ക് ഇതുപോലത്തെ സൂയിസൈഡൽ വാർത്തകളോ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളോ ഒന്നും കാണാൻ അല്ലെങ്കിൽ അവരെ കാണിക്കാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഇവരുടെ കയ്യിലേക്ക് എത്തും, അത് അവരുടെ തലച്ചോറിൽ ഫീഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു കാര്യം, ഈ ഒരു പ്രശ്നം ഇപ്പോൾ നിലവിലെ സമൂഹ സാഹചര്യത്തിൽ എന്തുമാത്രം അപകടമായിട്ട് മാറുമെന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു അമ്മ എന്ന നിലയ്ക്ക് ചിന്തിച്ചു നോക്കുന്നുണ്ടോ? സത്യത്തിൽ പേടിയിട്ട് പെൺകുട്ടികളാണ് എല്ലാവരും, അവർ കുഞ്ഞുങ്ങളെല്ലാവരും പെൺകുട്ടികൾ. എന്നാലും ഭയമാണ്. എന്താണ് ഞാൻ എപ്പോഴും പറയാം, വിദ്വേഷ മൈൻഡ് വേണ്ട. അവരുടെ കൂടെ എല്ലാ സൈഡിലും നമ്മൾ ചിന്തിച്ച് പോകില്ലേ, ഇത് പോയി ഇവരുടെ ഭാവി പോകണ്ടെന്നായിരിക്കും ചിലപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പുറത്തെ വശത്ത് നോക്കുമ്പോൾ നമുക്ക് അത് സഹിക്കില്ല. പെണ്ണിലെ അമ്മയാണ്, ഞാനും ചിലപ്പോൾ ഇറങ്ങിച്ചെന്ന് എന്തെങ്കിലും ചെയ്തു പോകും, കയ്യിൽ നിന്ന് പിടി പോകില്ലേ. നമ്മൾ എന്താ പറയുക, ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടൊരു പാടുണ്ടല്ലോ. എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാം പറ്റും. സിനിമാ നടി ആകണമെന്നല്ല, സ്പോർട്സ് താരമോ ബിസിനസ്സോ ഒരു കുഞ്ഞ് പെട്ടിക്കട ഇടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങളെ കൊണ്ട് നടക്കും, പറ്റും. എനിക്ക് പറ്റിയില്ലേ, എനിക്ക് അതേ പറയാനുള്ളൂ. സിനിമാ നടി ആകുന്നത് മാത്രമൊന്നുമല്ല വലിയ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് മരണമാസ് മൂവിയാണ്. പക്ഷെ ആ സിനിമയിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് രാജി എന്നൊരു ആക്ട്രസിനെ പറ്റിയും രാജി എന്ന റൈറ്ററിനെ പറ്റിയും അറിയാൻ കൂടുതലായിട്ട് താല്പര്യമുണ്ട്. എപ്പോഴാണ് ഈ അഭിനയം ഒരു പ്രൊഫഷനാക്കി എടുക്കുക, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ റൂട്ട് എന്ന് മനസ്സിലാകുന്ന മൊമെൻ്റ് ഏതാണ്? പഠിച്ചിരുന്ന കാലത്തിട്ട് DPP ഞാൻ പഠിക്കുന്ന സമയത്താണ് DPP വരുന്നത്. അപ്പോൾ ആ DPP ടൈമിൽ നമ്മൾ പാതിട്ട് പുസ്തകം ടെക്സ്റ്റ് ബുക്ക് ഒരു കഥയായിട്ടും നാടകമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. ഞാനിങ്ങനെ പഠിക്കാൻ അത്ര വലിയ ബ്രില്യൻ്റ് ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എടുത്ത് ഒരു വായിക്കണ പോലെ സ്ക്രിപ്റ്റ്, ഇപ്പോൾ പറയുമ്പോൾ സ്ക്രിപ്റ്റ് ഒന്നും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു. അപ്പോൾ കഥാപാത്രങ്ങൾ ഇങ്ങനെ പിടിച്ച് നിർത്തി അവരത് പഠിപ്പിച്ച് ആ ഒരു പാഠം ഞങ്ങളവിടെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് ഒരു കന്യാസ്ത്രീ സ്ട്രാഗ്നസ് എന്ന് പറയും, എൻ്റെ ഗുരുസ്ഥാനത്ത് സ്ട്രാഗ്നസ് എന്നോട് അത് കണ്ടിട്ട് പറഞ്ഞു, ഇത്തവണ നമുക്ക് നാടകം കളിക്കണം രാജലക്ഷ്മി എന്നാണ് എൻ്റെ റെക്കോർഡിക്കൽ, രാജലക്ഷ്മി കെയർ എന്നാണ് എൻ്റെ സ്കൂളിലൊക്കെ അറിയുന്നത്. അപ്പോൾ രാജലക്ഷ്മി നമുക്ക് ഇത്തവണ നാടകം കളിക്കണം. അപ്പോൾ എനിക്ക് മോണാക്ട് മിമിക്രി പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കളിക്കാം വിളിച്ചിട്ട് കേട്ടു എന്തോ വലിയ സംഭവം നായികയാക്കും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഒരു രാക്ഷസൻ്റെ വേഷം. അപ്പം ഞാനോ ഇപ്പോൾ സിസ്റ്റർ അഭിനയിച്ച് എന്നെ കാണിക്കുവാണ്. ഭയങ്കര നമ്മളിങ്ങനെ ഒരു ആക്ടർ കാണുന്നൊരു സിനിമയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരു കന്യാസ്ത്രീ ഇങ്ങനെ ചാടി ഒരു രാക്ഷസൻ വരുന്ന രീതിയിൽ കന്ന് ഗർജിക്കുന്നു, ഇങ്ങനെ ചെയ്യുക കാണിക്കാൻ പറഞ്ഞു. കുറച്ച് നേരം സിസ്റ്ററിനെ അങ്ങനെ കണ്ടിട്ടില്ല, നമ്മളെ പഠിപ്പിക്കുന്ന സിസ്റ്ററാണല്ലോ. അപ്പോൾ അതാണ് ആദ്യത്തെ അനുഭവം. ആ നാടകത്തിൽ ഞാൻ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ മുഖം ഞാൻ കണ്ണാടിയിലൂടെ കണ്ടിട്ടില്ല, കാരണം ഫുൾ കരിയൊക്കെ തേച്ചിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സ്റ്റേജിലൊരു മല പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഗവൺമെൻറ് സ്കൂളാണ്, അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ബൈബിളൊരു സ്റ്റോറിയാണ്, എന്തെനിക്ക് ഓർമ്മയില്ല, മുകളിൽ നിന്ന് ഇങ്ങനെ ചാടുവാണ്.
എന്നെ കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സും കുറേ പേര് ആ അപ്പോഴെനിക്ക് മനസ്സിലായത് എൻ്റെ പല്ലിലൊക്കെ റെഡൊക്കെ തേച്ച് സിസ്റ്റേഴ്സാണ് മേക്കപ്പ് ചെയ്ത്. എൻ്റെ എനിക്ക് ഭയങ്കര വിഷമമാണ് അത്. എന്നെ അതൊന്നും കണ്ണാടിയിൽ കാണാൻ പറ്റിയില്ല. നമ്മുടെ കയ്യിൽ കണ്ണാടിയൊന്നും ഇല്ലത്. സിസ്റ്റേഴ്സാണ് എനിക്ക് കുന്തം ഉണ്ടായി കൊണ്ടുവന്നത് ഓക്കെ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കുന്തം ഉണ്ടാക്കുന്നൊരു മരത്തിൻ്റെ സാധനം സിസ്റ്റർ ഇതെന്താ പട്ടീനെ അടിക്കാനുള്ളത് സിസ്റ്റർ എനിക്കൊരു നല്ലൊരു കുന്തമൊക്കെ കൊണ്ടുവന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ. അപ്പം എൻ്റെ ഗുരു എന്ന് പറയുന്നൊരു സിസ്റ്റർ ആഗ്നസ് എന്ന് പറഞ്ഞ സെൻറ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ പെരുമാനൂരത്തെ സിസ്റ്ററാണ്. സെക്കൻഡ് സിസ്റ്റർ ടിസ. ലൈഫിൽ ഞാൻ മറക്കാത്ത 2 പേരാണ്. എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ. അതെ, അഭിനയത്തിലോട്ട് കൈപിടിച്ചു. അവിടെ നിന്നാണ് പിന്നെ എൻ്റെ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ ആരും മോൺ ആക്ട് അല്ലെങ്കിൽ യൂത്ത് ഹോസ്റ്റലിലോട്ട് അങ്ങനെ വിടാത്ത പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ആ വർഷത്തെ ആനുവൽ ഡേക്ക് 10th നിന്ന് ആയ ഒരു കുട്ടിക്ക് ചരിത്ര സംഭവമായി എനിക്ക് എൻ്റെ മോൺ ആക്ടോട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ സ്പോർട്സ് മാത്രമായിട്ട് നിന്നിച്ച ഒരാളാണ്. ലൈഫിൽ പിന്നെ കുറേ സ്ട്രഗിളൊക്കെ വന്നത് പോലീസിലാകണം, റെയിൽവേയിൽ ജോലി കിട്ടണം, അങ്ങനെ മാത്രം യൂത്ത് ഹോസ്റ്റലിൽ ഓണം കഴിഞ്ഞാൽ ഞാൻ സ്പോർട്സാണ്. പിന്നെ ഫൈനൽ എക്സാമിനാണ് സ്റ്റേറ്റൊക്കെ ഇറങ്ങി നമ്മൾ തിരിച്ചു വരുന്നത്. നമ്മുടെ സ്കൂളിലെ PT ഉഷ എന്നാണ്. കാരണം ശരീരമൊന്നും ഇല്ലാത്ത ജിമ്മൊക്കെ കാണിച്ച് വേറെ നേച്ചറാണ്, ഇങ്ങനത്തെ തടിയല്ല. എല്ലാവർക്കും രാജലക്ഷ്മിനെ അറിയുള്ളൂ കൂടുതൽ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും എങ്ങനെയാണ് ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ മിസ് എന്നോട് പറയും എനിക്ക് ഇപ്പോഴും ആ കുഞ്ഞ് രാജലക്ഷ്മിനെയാണ് ഓർമ്മ. ഇത് എൻ്റെ അമ്മയാണെന്ന്. എൻ്റെ അമ്മ എന്നെ പോലെ തന്നെയാണ്. അങ്ങനെയാണ് വന്നത്. പിന്നീട് സ്പോർട്സ് പോയി. ലൈഫിൽ വേറെ പ്രശ്നങ്ങൾ വന്നു, ഒരു അഫെയർ വന്നു, മാരേജ് വന്നു. എൻ്റെ സർട്ടിഫിക്കറ്റ് കുറേയൊക്കെ ലോസ് ആയി കഴിഞ്ഞപ്പോൾ തിരിച്ച് ജോലിയൊക്കെ ആയിട്ട് തിരിച്ച് വന്നപ്പോൾ എനിക്കൊന്നും വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പിന്നെ അഭിനയത്തിലോട്ട് പരിപാടി പിടിക്കാം. അപ്പം എങ്ങനെ ഇവിടെ കയറണം എന്നറിയില്ല. അങ്ങനെ പിന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അഭിനയിക്കാൻ ആദ്യം വന്നു. പിന്നെ AD ആയിട്ട് വർക്ക് ചെയ്തു. പയ്യെ അഭിനയത്തിലോട്ട് പിച്ച വെച്ച് കയറി. അതെ, ഇപ്പൊ ഈ സ്പോർട്സ് സിനിമ അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് രണ്ട് സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലോട്ട് എനിക്ക് പോകേണ്ടി വരും എന്നുള്ള ചിന്ത ആദ്യം ഇല്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ സിനിമാ മേഖലയിൽ വന്ന് പെടുന്നൊന്നും. എന്റെയൊക്കെ രൂപമൊക്കെ സിനിമയിലൊക്കെ എടുക്കും. അങ്ങനെയല്ല, പണ്ടൊക്കെ നമ്മൾ വിചാരിക്കുന്നത് നായകൻ. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു ഫഹദ് ഫാസിലിന്റെ കൂടെ, ഞാൻ പ്രകാശൻ സിനിമയിൽ സത്യനന്ദിക്കാട് സാറിന്റെ സിനിമയിൽ ഫഹദ് ഫാസിലിന്റെ കൂടെ എനിക്കൊരു കോമ്പിനേഷൻ ഒരു നേഴ്സായിട്ട് വേഷം ആദ്യമായിട്ട് അഭിനയിക്കുന്ന മലയാള സിനിമ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഓർത്ത് നോക്കിയിട്ട് സാർ ഭയങ്കര സപ്പോർട്ടീവാണ്. സത്യം സാർ എന്നോട് പറയുന്നുണ്ട് രജി ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ സാർ. ഞാൻ പുള്ളിയുടെ മുഖത്തോട്ട് നോക്കി എൻ്റെ മനസ്സിൽ പൂവേ ഒരു മണിയുത്തം അവിടെ ആക്ഷൻ പറഞ്ഞു. അപ്പൊ എന്നോട് അവരെല്ലാം ഷാനുക്കാന്ന് വിളിക്കുന്നുണ്ട്. രജി ഓക്കെ അല്ല പക്ഷെ സെക്കൻഡ് ടേക്കിൽ ഓക്കെ. ചെറിയൊരു പോർഷൻ, ചെറിയ ഡയലോഗ്. പക്ഷെ അന്ന് രാത്രി എനിക്കറിയില്ല, ഞാൻ പറയാൻ പോകുന്ന തലേ ദിവസം അറിയില്ല ഇയാളുടെ കൂടെയാണ് എനിക്ക് അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. അല്ല, ഈ ഒരു സിനിമയിലേക്ക് അവസരം വരുന്നത് എങ്ങനെയാണ്? മരണമാസില് അല്ല, സത്യനന്ദിക്കാട് സിനിമയിലേക്ക് സാർ ഒരു യാത്രയിലൂടെയാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ട്രെയിൻ യാത്രയിലൂടെയാണ് കണ്ട സത്യനന്ദിക്കാട് സാറ്, ശ്രീനിവാസൻ സാറും. അങ്ങനെ വിചാരിതായിട്ട് ട്രെയിൻ യാത്രയിലൂടെ. അല്ല, ഞാനെപ്പോഴും പറയും എൻ്റെ കേരള എക്സ്പ്രസ് എൻ്റെ ലക്കിയാണെന്ന് ഞാൻ പറയും. എനിക്ക് ഇഷ്ടമുള്ള ട്രെയിനാണ് KK എന്ന് പറഞ്ഞാൽ. ട്രിവാൻഡ്രമാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ട്രിവാൻഡ്രത്ത് പോയിട്ട് ഒരിക്കൽ തിരിച്ചു വന്ന സമയത്ത് ട്രെയിനിലൂടെ പരിചയപ്പെട്ടാണ്. അങ്ങനെ ഒത്തിരി അത്യാവശ്യം 2 പേര് സംസാരിക്കുന്നതാണ്. സാർ ഇത്തിരി കൂടെ സംസാരിക്കും, ശ്രീനിവാസ സാർ ഇത്തിരി ഇതാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു. ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ഇങ്ങനെ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ശരി. അങ്ങനെ സാറിൻ്റെ നമ്പർ മേടിച്ചായിരുന്നു. സാർ എനിക്ക് നമ്പർ തന്നു. അപ്പോൾ നമ്മൾ ചാൻസ് ചോദിച്ചാൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇടയ്ക്ക് എന്തെങ്കിലും മെസ്സേജ് ഒക്കെ ഇടും. അങ്ങനെ വിചാരിച്ചതായിട്ടൊരു ഫോളോ വന്നു. വിചേട്ടൻ വിളിച്ചു, രാജി ഇങ്ങനെ പടത്തിൽ ചെറിയ പരിപാടി ഉണ്ട്, വന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. ലോട്ടറി അല്ലേ? പക്ഷെ അവരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ സിനിമയ്ക്ക് വിളിക്കും? അല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ ഞാൻ പറഞ്ഞില്ല, അവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാൻ കട്ട ആരാധിക്കുകയാണ് സത്യം. എനിക്ക് ഫീൽ ഗുഡ് സിനിമകൾ ഒത്തിരി ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ മനസ്സിലത് ഉണ്ടാകും. നമ്മുടെ മനസ്സിൽ നിന്ന് സിനിമ പോകരുത്. പണ്ടത്തെ സിനിമകൾ കുറേ അങ്ങനെയാണ്. ഇന്ന് നല്ല സിനിമകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സത്യനന്ദിക്കാട് സാറിനെ എനിക്ക് എല്ലാവരെയും കാണുമ്പോൾ ആദ്യത്തെ ഒരു തരിപ്പാണ്. ഏതൊരു ഡയറക്ടറിനെ കാണുമ്പോഴാണ് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് കാണണമെന്ന് പറഞ്ഞ ഒരാൾക്കാരില്ലേ? അപ്പോൾ ലാലേട്ടൻ, പൃഥ്വിരാജ്, നമ്മൾ കുഞ്ഞിലെ കണ്ടിട്ട് കേട്ടിട്ടുള്ള അറിവ്. എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടർ അങ്ങനെയുള്ള വലിയ നോളജ് എന്നുള്ള ഒരാളൊന്നും അല്ല ഞാൻ. സാധാരണ ഒരു വീട്ടമ്മയാണ്. എന്തോ ഒരു മൊമെൻറ്റിൽ ഇപ്പുറത്തോട്ട് ഇങ്ങനെ വന്നതാണ്. പിന്നെ ഇപ്പം എന്നെ അറിയുന്നത് കണ്ടൻറ്റാണ്. അത് എനിക്ക് പറയാനുള്ളതും ഞാൻ അനുഭവിച്ചതും ആർക്കെങ്കിലുമൊക്കെ മോട്ടിവേഷൻ ആവട്ടെ, ആർക്കെങ്കിലും മാറ്റങ്ങൾ. ഈ പറഞ്ഞ പോലെ സാറിൻ്റെ സിനിമകളിലൂടെ വരുന്നൊരു സംഭവമാണ്. ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റും. നല്ലൊരു മെസ്സേജ് ഉണ്ടാവും സിനിമയുടെ. അല്ല പറയാം, കൊല്ലത്തിൽ ഒരു പടമാണെങ്കിലും നമ്മളൊക്കെ എൻ്റെ വീട്ടിലൊക്കെ സത്യനന്ദിക്കാട് പടമാണ് ഇപ്പോൾ കാണും. ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ തരുൺ സാറിൻ്റെ പടം കണ്ടു. അപ്പോൾ നമ്മളങ്ങനെ ചില സിനിമകൾ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. നന്മയിലൂടെ സ്വാധീനിക്കാം, നമുക്ക് പറഞ്ഞു തരുന്ന പോലെ.
അപ്പോൾ ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു വീഡിയോ ഒരു ഷോർട്ട് ഫിലിം ആയാലും ഒരു സിനിമ ആയാലും ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. എനിക്കും സിനിമ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സിനിമയെ ഞാൻ ചെയ്യുള്ളൂ. ഇപ്പോൾ ചേച്ചി ചെയ്തിട്ടുള്ള ആ ഒരു പൊന്മുട്ടയിലാണെങ്കിലും അല്ലെങ്കിൽ കണ്ടന്റ് ബേസിലാണെങ്കിലും ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആളുകളുടെ വൾണറബിലിറ്റീസ് ആണ് കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പം പച്ചയായ മനുഷ്യരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന വളരെ പലതരത്തിലുള്ള ഇമോഷൻസ് ചേച്ചിയുടെ കണ്ടന്റിലൂടെ ചേച്ചി ഇങ്ങനെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അപ്പം ജീവിതത്തിൽ എങ്ങനെയാണ് വൾണറബിൾ ആയിട്ടുള്ള ഒരാളാണോ? അങ്ങനെ 10ാം ക്ലാസ് വരെയുള്ള രാജലക്ഷ്മി പറന്ന് ഫ്ലൈ ആയിട്ട് സ്പോർട്സ് മാത്രം മനസ്സിലുള്ളൊരു കുട്ടിയാണ്. വേറെ പ്രണയം പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. +2 കഴിഞ്ഞപ്പോൾ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളായി. പ്രണയം വന്നു, വിവാഹം വന്നു. ആ വിവാഹത്തിലൂടെ കുറേ തിരിച്ചറിവുകളുണ്ടായി. നമ്മളുടെ അനുഭവങ്ങളാണല്ലോ. കഥകളെല്ലാം എനിക്കുമായിട്ട് ബന്ധപ്പെട്ടും ഞാൻ അനുഭവിച്ചതും എൻ്റെ ചുറ്റിനും ഞാൻ കണ്ടിട്ടുള്ളതായുള്ള കഥാപാത്രങ്ങളാണ് എല്ലാം തന്നെ. അപ്പോൾ ഞാൻ പണ്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പം ഇരിക്കുന്ന മൊമെൻ്റ് വരെ ഞാൻ മനസ്സിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആകും, ഞാനിത് എവിടെയെങ്കിലൊക്കെ വിളിച്ച് പറയും. എനിക്കിത് കേൾക്കുമ്പോൾ എനിക്കാകാൻ പറ്റുമായിരിക്കുമല്ലേ. എൻ്റെ മുന്നിൽ പോയേക്കണ പലരുടെ ഇൻ്റർവ്യൂകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ പത്രങ്ങളിൽ സാധനം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ അഭിമുഖങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ജോഷ് ടോക്കൊക്കെ കുറേ നാൾ മുമ്പ് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. എനിക്ക് സംസാരിക്കാൻ പറ്റണം. കാരണം എനിക്കും പറയാൻ പറ്റണം, എനിക്കും ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. ഇത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ആരെങ്കിലും കുട്ടികൾ ഇപ്പം എന്നെ കാണുന്ന ചില വഴിയിൽ കാണുന്നവർ വന്നിട്ട് കരഞ്ഞിട്ട്, ഞാൻ ഒരിക്കൽ പള്ളിയിൽ പോയ സമയത്ത് ഒരു കുട്ടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. അപ്പോൾ ഞാൻ കണ്ണമാരി പള്ളിയിൽ കണ്ടപ്പോൾ ഞാൻ ചേച്ചി എന്താ മോനെന്ന് ചേച്ചി കെട്ടിപ്പിടിക്കട്ടെ, എനിക്ക് അമ്മയില്ലെന്ന്. ഭയങ്കര സന്തോഷമായിപ്പോൾ നിമിഷമാണ്. അപ്പോൾ എനിക്ക് അത്ര വലിയ മോളൊന്നുമില്ല, എൻ്റെ മോള് കുഞ്ഞാണ്, എന്നാലും ഞാൻ ചേർത്ത്. അപ്പോൾ അവളുടെ അമ്മയെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ കുഞ്ഞിൻ്റെ അതിൻ്റെ അമ്മയായിട്ടായിരിക്കും എന്നെ ഫീൽ ചെയ്തല്ല, അതിൻ്റെ അനുഭവിച്ചായിട്ട് അമ്മയുടെ കണ്ണീര്. അപ്പോൾ ചിലർ പറയാറുണ്ട് നെഗറ്റീവ് കമൻസ്, കരയുമ്പോൾ ഒച്ച കൂടുതലാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് കരയുന്നത്. എനിക്കിത്തിരി സൗണ്ട് കൂടിയ ആളാണ്, ഒച്ച ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എൻ്റെ മക്കളോട് ഞാനിങ്ങനെ ഒച്ച ഉണ്ടാക്കി അവർ പേടിക്കില്ല. കാരണം ഇത് കേട്ടിട്ടുള്ളൂ. മുളമ ഇങ്ങ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊരാളെ മുളമ ഇങ്ങ് വന്നേ, അപ്പോൾ അവൾ പറയാം അവർ രാജ്യമണിക്കാണ്ട് ചെല്ലു. പക്ഷെ എൻ്റെ ടൗൺ മാറുമ്പോൾ പ്രശ്നമായി ചില കമൻസ് വരും, ഈ അമ്മയുടെ മോളായിട്ട് ജീവിച്ചാൽ മതി. അപ്പം എൻ്റെ ഒലു എന്നോട് പറയും, ഒരു 2 ദിവസം കൊടുക്കണം നിർത്ത്. അപ്പം പറ്റുള്ളൂ, 2 അല്ല 10 ദിവസം കൊണ്ടുപോവാ, 10 ദിവസം കൊണ്ടുപോവാ, ഇപ്പം ഇവിടുന്ന് പോകും. അപ്പോൾ ഞാൻ പറയാം എന്താ കുഴപ്പം. വീട്ടിൽ അവരെ ഉപദേശിക്കുമ്പോൾ അവരോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കുട്ടികളോടും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മോള് പറയും വീട്ടിൽ നിർത്തി നാട്ടിൽ തുടങ്ങി ഉപദേശം. അപ്പോൾ ഞാൻ പറയും എന്ത് ഇതിലെ കണ്ടന്റ് ഇങ്ങനെ കണ്ട് പകുതിയാ പറയും മരിയോ എനിക്ക് വേണ്ട. അപ്പൊ ഇത് നമ്മളോട് അന്ന് പറഞ്ഞില്ലേ ആ കാര്യം പറഞ്ഞു. ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ തന്നെ ഉള്ളൂ മക്കള് നമ്മളെ മക്കൾ ഈ തലമുറകൾ. ഞങ്ങളുടെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ കാലം, എൻ്റെ മക്കളൊക്കെ 2K പിള്ളേരാണല്ലോ. നമ്മൾ ശരിക്കും ഇന്നത്തെ ഫാമിലി പാരൻസ് ചെയ്യുന്നത്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്നൊക്കെ വളർന്ന ഒരാളാണ്. ഉച്ചഭക്ഷണം കഴിക്കാനല്ലാണ്ട് പൈപ്പിലെ വെള്ളം കുടിക്കുന്നത് ഞാൻ പണ്ട് പാഠപുസ്തകങ്ങളും സിനിമാ കഥകളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് 8ാം ക്ലാസ് വരെ കഞ്ഞി കിട്ടത്തുള്ളൂ. 8ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ അവിടെ പോയി മേടിക്കണം. അപ്പോൾ കുറേ നമുക്ക് തണക്കേടൊക്കെ ഉണ്ട്, ചിലപ്പോൾ കഞ്ഞി കിട്ടാത്ത സമയങ്ങളുണ്ട് ഹൈസ്കൂളിൽ. അപ്പോൾ സൈക്കിൾ എടുത്തിട്ട് 2 റൗണ്ട് ചവിട്ടിയിട്ട് വരും, വീട്ടിൽ പോയി കഴിച്ചു വന്ന് ക്ലാസ്സിൽ ഇരിക്കും. അതാണ് എൻ്റെ സ്കൂൾ ജീവിതം. അപ്പോൾ എൻ്റെ മോള് അങ്ങനത്തെ ഒരു അവസ്ഥ വരരുതെന്ന് വെച്ചിട്ടാണ് ഇന്ന് പല പാരൻസും കുഞ്ഞുങ്ങൾക്ക് എല്ലാം മേടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ അച്ഛനമ്മമാർക്ക് എന്താണ്, ഞങ്ങൾ മറ്റേ വള്ളിക്കളസ് ഇട്ടിട്ടുണ്ട് ഇത്ര കിലോമീറ്റർ, നമ്മൾ പക്ഷെ അത് പറയാറില്ല. കാരണം ഞാൻ വിഷമിച്ച പോലെ, ഞാൻ നാണം കിട്ട പോലെ എൻ്റെ കുഞ്ഞ് വിഷമിക്കരുത് എന്നാണ് ഞാൻ കണ്ടേക്കുന്നത്. എൻ്റെ ആഗ്രഹമാണ്. ഇപ്പം ഞാൻ പക്ഷെ എടുത്തെടുത്തങ്ങ് പറയും കേട്ടോ. അപ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞൊരു 13-12 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും ഇതിങ്ങനെയാണ് നിങ്ങളത് ചെയ്യണം. അപ്പോൾ എനിക്ക് എൻ്റെ പാരൻറ്റിങ്ങിൽ എവിടെയെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടാവും, അറിയാൻ പറ്റില്ല. അപ്പം അത് എനിക്കറിയില്ലാത്തതും എനിക്ക് തെറ്റിപ്പോയ സാധനങ്ങളും കുറച്ചും കൂടി ക്ലിയർ ചെയ്യാനായിട്ട് എനിക്ക് ചെയ്യാവുന്ന ചില കളികൾ ഞാൻ ഫുഡിൻ്റെ കണ്ടന്റ് ചെയ്തു. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ ആലുവ സെഞ്ചൂട് പള്ളി, യുഗാശ്രീയുടെ പള്ളിയിൽ ഈ സാധനം പ്രൊജക്റ്റിൽ എന്ത് വെച്ചു. അപ്പം ഞാൻ രാവിലെ ആസാക്കിട്ടാന്ന് പറഞ്ഞു ഒരു പള്ളി. അപ്പം ഇല്ല, പള്ളിയിൽ എന്ത് പ്ലേ ചെയ്തു. 2 കുട്ടികൾ ഏറ്റവും കൂടുതൽ കണ്ടല്ലോ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നതിനെ പറ്റി. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് എന്നെ സോഷ്യൽ മീഡിയ കോൺടാക്ട് ചെയ്യുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സച്ചിനെയും ദിവ്യ എന്നുണ്ട്. അപ്പോൾ ദിവ്യയുടെ ഒരു ഫ്രണ്ടാണ് ഇത് കോൺടാക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞാണോ, അത് കഴിഞ്ഞിട്ട് ആ കുട്ടികളും ഞങ്ങൾ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് കാറിൽ കയറുന്ന സമയത്തൊക്കെ അതൊരു ചർച്ചയായി.
അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ആ കണ്ടന്റ് ചെയ്തപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ ചോദിച്ചു, എൻ്റെ പ്രൊഡ്യൂസർ അത്യാവശ്യം പോഷായിട്ടുള്ള ഒരാളാണ്, ലിജു തോമസ് എന്ന് പറയും. എൻ്റെ പല കണ്ടന്റുകളും പുള്ളിക്ക് വർക്കാകാറില്ല. അപ്പോൾ ഞാൻ അടിച്ചു, ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ ഞാൻ ലിജു ഇതേ നടക്കുള്ളൂ, എനിക്ക് അതാണ് ലിജു ഇതേ നടക്കുള്ളൂ. ചേച്ചി ഇതൊക്കെ ഇഷ്ടമാണ്, ഞാൻ എടാ ഇഷ്ടാവൂടാ എനിക്ക്. അപ്പൊ ഞാൻ പറയും എടാ ഇത് ഇങ്ങനെയല്ലേ, ഈ അനുഭവം എനിക്കുണ്ട്. അപ്പൊ ഭയങ്കര ആണാ. ആ ചേച്ചി, അപ്പോൾ ഇതിനോട് ചേർത്ത് വെച്ച് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ കണ്ടന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ ചേച്ചി പറഞ്ഞില്ലേ ഇത് വർക്കാവും, ആ ഒരു ബോധ്യം ഉണ്ടാകുന്ന എങ്ങനെയാണ്? ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അത് സ്വീകരിക്കും എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്? നമ്മൾ മലയാളികളാണ്, നമ്മുടെ മനസ്സിൽ നന്മയുണ്ട്, നമ്മുടെ നാടും വീടും നമ്മുടെ കുടുംബമാണ് നമുക്ക് വലുത്. എല്ലാ മലയാളിയും എന്തിനാ പ്രവാസത്തിൽ പോണേ? അത്രയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആരും അവനവൻ്റെ നാട് വിട്ട് എവിടെയെങ്കിലും പോകും. അപ്പൊ നമ്മുടെ ഉള്ളിൽ നന്മയുണ്ട്. എത്ര മാളുകൾ വന്നാലും എത്ര ലോകം വലുതായാലും എന്തിനാണ് ആകാശത്തോട് ഇന്നും ആൾക്കാരെ സ്നേഹിക്കുന്നത്? അതുപോലൊരു സിനിമയില്ലെന്ന് പറയണ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അതൊക്കെ. നമുക്കിത് ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന ആള് ഞാനൊരു സാധനം പറഞ്ഞപ്പോൾ ഇമോഷനാകും. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മുടെ തലമുറകളൊക്കെ അതുണ്ട്. അപ്പോൾ ആ നന്മകൾ ഉണ്ടെന്ന് അവൻ്റെ കണ്ണീരിലായിരിക്കും ചിലപ്പോൾ അവൻ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടതാണ്. ഇതൊക്കെ ഈ കണ്ടന്റിലൂടെ ചെയ്തപ്പോൾ കിട്ടിയ സോഷ്യൽ മീഡിയ തന്നൊരു അനുഗ്രഹങ്ങളാണ്. എനിക്ക് ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. എൻ്റെ അമ്മയോട് ഞാൻ വേണ്ടിയിട്ട് 3 വർഷമായി ചേച്ചി, ഞാൻ എൻ്റെ അമ്മയെ നാളെ കാണാൻ പോവാണ്. അപ്പം എനിക്ക് മെസ്സേജ്, ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഞാൻ സ്റ്റോറി ഇട്ടു. ഞാൻ ശരിക്കും മോനെ ചേച്ചി എനിക്കത് കണ്ടപ്പോൾ എൻ്റെ അമ്മയെ ഓർത്തിട്ട് ഭയങ്കര വിഷമം. ഞാൻ എൻ്റെ അമ്മയുടെ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വലിയൊരാളാണ്, 10-27 വയസ്സുള്ള പയ്യനാണ്. അപ്പോൾ ഞാൻ ഒത്തിരിയൊക്കെ മാറ്റം, ഞാൻ അത്രയൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പം ചിന്തിക്കാനുള്ള സമയം കൊടുത്ത് അമ്മമാർക്ക് പറയാനുള്ളത് പറയാറുണ്ട്, കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി പറയാറുണ്ട്, എൻ്റെ മോളുടെ സൈഡ് എല്ലാവരുടെയും സൈഡിൽ നിന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതുപോലെ ഈ കണ്ടന്റ്, ചേച്ചിയുടെ കണ്ടന്റുകൾ കാണുന്ന സമയത്ത് ഒരു കണ്ടന്റിൽ ഭർത്താവിന്റെ പീഡനങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിനാൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു സ്ത്രീയുടെ കഥാപാത്രമായിട്ടും ചെയ്തിട്ടുണ്ട്. വേറൊരു സൈഡിൽ ഭർത്താവിനെ വിട്ടുകൊടുക്കാത്ത മക്കളുടെ മുമ്പിൽ ഭർത്താവിന് വേണ്ടി സംസാരിക്കുന്ന അമ്മയായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 തരത്തിലും കണ്ടന്റുകൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി ഇത്ര മാത്രം മതി, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി തന്നെയാണോ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാനൊന്നും അറിയില്ല. പക്ഷേ അല്ല, കോംപ്ലിക്കേറ്റഡ് അല്ല, അത്ര വലിയ ആളൊന്നുമല്ലോ ഞാൻ. അപ്പോൾ ഇങ്ങനെ എനിക്കറിയാം, ഞാൻ അതായത് വൈരുദ്ധ്യം ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ രണ്ട് തലങ്ങളാണ്. പക്ഷെ നല്ല ഭർത്താക്കന്മാരും ഉണ്ട്, നല്ല ഭാര്യമാരും ഉണ്ട്. കുടുംബത്തെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന നല്ല എനിക്ക് ആ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. നമ്മുടെ അവരുടെ നിമിഷം ഞാനൊരു അമ്മയാണ്, നാളെ ഭാര്യയാണ്, ഞാൻ ഒരു മകളുമായിരുന്നു. അപ്പം എനിക്കറിയാം എൻ്റെ മോശം വശങ്ങളുണ്ട്. അപ്പം നമുക്കിത് എല്ലാവർക്കും വേണ്ടി പറയാൻ പറ്റണം. അപ്പോൾ ചിലപ്പോൾ ചില കണ്ടന്റുകൾ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുന്ന സമയത്താണ്, പക്ഷെ ഞാനെങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എഴുതി വരുമ്പോഴത്തേനും മനസ്സിലാണ് കുത്തിക്കുറിക്കലെങ്കിലും. അപ്പോൾ രണ്ടും ചെയ്യുന്നതും ചിലപ്പോൾ എനിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ നല്ല ലൗഡായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സൗണ്ട് കുറവുള്ള ഒരാളാണ്. അപ്പോൾ ഇടക്കിടക്ക് മോനെ ഒച്ചതാത്ത് മോനെ. അപ്പം ഞാൻ മോളോട് ഞാൻ പറയും, അപ്പോൾ അവള് ഇവിടെ നിന്ന് കിട്ടിയാന്നറിയാം. അപ്പോൾ അത് പിന്നീട് ചില കണ്ടന്റുകൾ അങ്ങനെ ആക്കാൻ. ഇപ്പോൾ ഹാസ് പറഞ്ഞു തരാറുണ്ട് ഇങ്ങനെ ഒരുപാട് ലൗഡായിട്ട് സംസാരിക്കരുത്. പക്ഷെ ചില കഥാപാത്രങ്ങൾ ചെയ്തിട്ടേ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ഭർത്താവ് എന്നെ ചതിച്ചെന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടാ എന്നെ നിങ്ങൾ ചതിച്ചോന്ന് ഞാൻ ഒരിക്കലും ചോദിക്കും. നിങ്ങളെന്നെ ചതിച്ചോന്നേ ഞാൻ ചോദിക്കുള്ളൂ. അങ്ങനെയാണ്. എനിക്ക് അഭിനയിച്ചിട്ട് ചെയ്യണമെന്നില്ല. അവരോട് ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈലിൽ പറയും, എനിക്കിതാണ് വേണ്ടത്. ഇതൊട്ട് ശരിയായില്ലേ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇമോഷണൽ സാധനങ്ങൾ ലെവലൊക്കെയാണ് തിങ്സൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് എല്ലാം ദൈവത്തിന് അനുഗ്രഹവും. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതല്ലേ കൊച്ചി കയറി പോട്ടേന്ന് ഓർത്ത് കത്തിച്ചു തന്നതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളെ കുറിച്ചിട്ട്. അപ്പം ഒരു ഇപ്പോഴത്തെ ജനറേഷനിൽപ്പെട്ട പിള്ളേർ നമ്മുടെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഏറെക്കുറെ ഒരു ജനറേഷൻ ആ കാലഘട്ടത്തിൽ പഠിച്ചു വന്ന ആൾക്കാരാണ്. അപ്പം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള സിസ്റ്റം ആണെങ്കിലും നമ്മളെ വളർത്തിയിട്ടുള്ള രീതികളിലാണെങ്കിലും പലതരത്തിലുള്ള പാളിച്ചകളും ഉണ്ട്. ഇപ്പം നമ്മുടെ ജനറേഷനിൽ ഇപ്പം 90s പിള്ളേരുടെ അടുത്ത് അവരുടെ സ്കൂളിലെ അനുഭവങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മുക്കാൽ കുട്ടികൾക്കും പറയാനുള്ളത് ട്രോമകളാണ് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഉള്ളൊരു തലമുറ വളർന്നു വന്നു. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ശിക്ഷണത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? നമുക്ക് അതായത് പണ്ടൊരു അധ്യാപകൻ, ഞാനൊരു സിനിമയിൽ അത് കേട്ടിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ സിസ്റ്റർ സ്ലീനസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിസ്റ്ററാണ്. സ്ലീനസ് ഭയങ്കര പേടിയാണ് കേട്ടോ, ഇപ്പോഴും പേടിയാണ്. സ്ലീനസ് ക്ലാസ് അടച്ചിട്ടിട്ട് ഞങ്ങളെ വഴക്ക് പറയാണ്. ഞങ്ങൾ ഗേൾസ് സ്കൂളാണ്.
ക്ലാസ് അടച്ചു, ക്ലാസ് റൂം ജനറൽ ക്ലോസ്. ഞങ്ങൾ വഴക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷൗട്ടറല്ല, നിങ്ങൾക്ക് പഠിച്ചോളൂ പിള്ളേരെ, നിങ്ങൾ പെൺപിള്ളേരല്ലേ, ഓരോരുത്തരും നിൻ്റെ അച്ഛനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതാണ്. എൻ്റെ അമ്മ എൻ്റെ മമ്മിക്ക് പറയും, നിൻ്റെ മമ്മി രാജലക്ഷ്മി, അമ്മ എങ്ങനെ രാജലക്ഷ്മി പഠിക്കുന്നത്, രാജലക്ഷ്മി എന്താ കുഴപ്പമെന്ന്, സ്പോർട്സ് എന്ന് പറഞ്ഞാൽ തുള്ളി നടന്നാൽ മതിയോ. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഇരുന്നിട്ട്, പക്ഷേ ആ വഴക്കില്ലേ എനിക്ക് ലൈഫിൽ പുറത്തിറങ്ങി ഉപകരിച്ചിട്ടുണ്ട്. കാരണം അന്ന് എനിക്കൊരു ധൈര്യം വന്നിട്ടുണ്ട്. പുറത്തിറങ്ങി എന്നെ ആരും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയൊന്നും ഞാൻ റോട്ടിൽ നിന്ന് കരഞ്ഞിട്ടില്ല. കാരണം നമുക്ക് ഏതോ ഒരു സിനിമയിൽ എനിക്ക് ഓർമ്മയില്ല, ബെഞ്ചിൽ കയറ്റി നിർത്തി, ഡെസ്കിൽ കയറ്റി നിർത്തി ടീച്ചർ ശിക്ഷിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കവിടെ ആൺകുട്ടികളുടെ ഇടയിൽ പെൺകുട്ടികളുടെ ഇടയിൽ നമുക്കവിടെ ഒരു ധൈര്യം വരുന്നുണ്ട്. ചെറിയ ചെറിയ ശിക്ഷണങ്ങൾ നല്ലതാണ് അല്ലേ. ഇപ്പോൾ അതിൽ കിടക്കുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ എൻ്റെ ഒരു കുട്ടി, എൻ്റെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ളൊരു, അവൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റിൻ്റെ മോൻ, ഇത്തിരി വണ്ണമുണ്ട്. അപ്പോൾ അവൾ ഭയങ്കര കോമഡി ആയിട്ട്, എൻ്റെ മോനെ ഞാൻ തക്കുടു, ഗുണ്ടുമണി, ഗണപതി എന്നൊക്കെ വിളിക്കൂടി, ഭയങ്കര ക്യൂട്ടാണ് അവനെ കാണാൻ. അപ്പോൾ അവനിപ്പോൾ 10th പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ആണോ, അപ്പോൾ എനിക്കും ഇഷ്ടമാണ്, ഞാൻ അവനെ കടയിൽ വിളിക്കും. അപ്പോൾ പക്ഷെ എൻ്റെ മോൻ്റെ ക്ലാസ്സിൽ അവൻ ഇവരൊക്കെ ഇങ്ങനെ വിളിച്ചാൽ അവന് കുഴപ്പമില്ലടി. കാരണം അവൻ്റെ അമ്മ അവനത് പ്രശ്നമല്ലാത്ത രീതിയിലായി. ശരിയല്ലേ. ഇപ്പോൾ എനിക്ക് കറുത്തതാണ്, എനിക്ക് തടിയണമെന്ന് എന്നെ വിഷമിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ മോള് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഡ്രസ്സ് മാറുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിച്ചപ്പോൾ എൻ്റെ മോള് വിളിച്ചിട്ട് കുണ്ടയാണോ രാജ്യമെന്ന് ചോദിച്ചു. ഞാനൊരു കണ്ടന്റിൽ അത് വെച്ചു. എൻ്റെ കുഞ്ഞ് വളരെ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു, പക്ഷേ എൻ്റെ ഉള്ളിൽ എവിടെയോ ഒന്ന് വേദനിച്ചു. അപ്പോൾ ഞാനൊരു കണ്ടന്റിൽ അത് ഇത്തിരി വേറൊരു പച്ചയായിട്ട് വെച്ചു. അപ്പോൾ അതവൾ കണ്ടിട്ട് എന്നോട് ചോദിച്ചു, അമ്മ ഞാനും ചോദിച്ചപ്പോൾ നമുക്ക് വിഷമമായോ. ഞാൻ വിഷമമാവും. ഞാൻ നമുക്ക് വിഷമമായി കാണൂലേ പൊന്ന. ഞാൻ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ പറയും അടുത്ത ആഴ്ചത്തെ കണ്ടന്റ് ഉപദേശ കമ്മിറ്റിയെ കൂടെ പൊക്കോളൂ. എന്തെങ്കിലും ഭയങ്കര കമ്പനിയായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. കണ്ടന്റിൽ കാണുന്ന അതേ ഒരാളല്ല ഞാൻ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടോ, ഇവരോടൊന്നും പറയാൻ പറ്റില്ല അടുത്ത കണ്ടന്റ് അങ്ങനെയൊന്നും പറയും. മക്കള് പറയും, തമാശ രീതിയിൽ മക്കള് പറയും. ചേട്ടൻ പറയും, എന്റെ പൊന്നെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് ചിലപ്പോൾ ഇതായിരിക്കും, പയ്യെ എല്ലാം കേൾപ്പിച്ചിട്ട് പറയുന്ന ആളത്. ചിലപ്പോ ഞാൻ പറയും, ഇത് ഞാൻ ഒരു എപ്പിസോഡിൽ ചെയ്യും. ഞാൻ സെക്കൻഡ് മാരേജ് ആണ്, ഹസ്ബൻഡ് അല്ല, എക്സ് ഹസ്ബൻഡ്. ആൾക്ക് ദേഷ്യം കാണുമ്പോൾ പല ഭർത്താക്കന്മാരും അവരുടെ മനസ്സിലൊന്നും വെച്ചിട്ടല്ല അച്ഛന്മാരെ പറയും, നിന്റെ അച്ഛൻ, നിന്റെ അമ്മ, നീ നിന്റെ വീട്ടിൽ വളർത്തിയത്. അപ്പം ഞാനത് കേട്ടിരുന്നൊരു കാലഘട്ടത്തിൽ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വീട്ടുകാർ എന്ത് ചെയ്തു, അവർ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വഴക്ക് പറയാൻ ഒരിക്കലുമില്ല. ഒരു അച്ഛനും അമ്മയും ഒന്നും പറയില്ല. ഏറിപ്പോയ അമ്മായിമ്മേനെ പറ്റിയാണ് അമ്മമാർ കുറ്റം ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്, പിന്നെ നാത്തൂമാരെ, അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ അങ്ങനെയൊന്നും നമ്മളോട് പറയില്ല. നമ്മൾ നന്നായിട്ട് നോക്കണം, ഞങ്ങളുടെ പാനം കാക്കണം, ഞങ്ങളുടെ പേര് കളയരുതെന്നാണ് എല്ലാ അമ്മമാരും പറഞ്ഞു വിടാൻ. പക്ഷെ ദേഷ്യം വരുമ്പോൾ അവർ കടിച്ചാൽ പൊട്ടാതെ, എൻ്റെ എക്സ് ഹസ്ബൻഡ് ആണെങ്കിൽ പോലും ആ ഒരു മൊമെൻറ്റിൽ അവരുടെ വായിൽ നിന്ന് വീണുപോണ പാക്കാണ്. പക്ഷെ പല കുട്ടികളും പല സ്ത്രീകളും വളർന്നു വന്നിരിക്കുന്ന അവരുടെ കുട്ടിക്കാലത്ത് അവരുടെ അച്ഛനായിരിക്കും ഹീറോ. അപ്പം എൻ്റെ അച്ഛനെ പറ്റി ഞാൻ പറഞ്ഞൊരു എപ്പിസോഡുണ്ട്. ശരിക്കും ആ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒത്തിരി, ഞാൻ ഭയങ്കര ഗ്ലിസറിനിടാന്ന് കരഞ്ഞ് പറഞ്ഞൊരു സീനാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ അച്ഛൻ്റെ ഒരു വോട്ടേഴ്സ് ഐഡിയിലൊരു അത് കണ്ടിട്ട് ഞാൻ വ്യക്തമായി ഒരു വോട്ടേഴ്സ് ഐഡിയിലുള്ള ഒരു ഫോട്ടോയാണ് എൻ്റെ കയ്യിൽ ആകെ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ. എൻ്റെ മമ്മി സെക്കൻഡ് മാരേജ് ആയിട്ടുള്ളതാണ്. പപ്പ എന്ന് പറഞ്ഞ ഓർമ്മയിൽ എൻ്റെ ഓർമ്മകളും ആ ഒരു ഫോട്ടോ ആണ്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു കുട്ടി ആ ഫോട്ടോ എടുത്ത് വരച്ച് തന്നിട്ടുണ്ട്. ഞാനത് പൊന്നെ പോലെ എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ഞാൻ പറയും, എവിടെയൊക്കെ എൻ്റെ പപ്പയല്ല, പക്ഷേ എൻ്റെ പപ്പയാണ്. ആ കുട്ടി അത് വരച്ചു തരാൻ കാണിച്ച മനസ്സുണ്ട്. അപ്പോൾ ആ കണ്ടന്റ് കണ്ടപ്പോൾ ഞാനത് എൻ്റെ എക്സായിരുന്ന ഹസ്ബൻഡ് അയച്ചു കൊടുത്തു. അപ്പോൾ ചോദിച്ചു, നിനക്കൊന്ന് ഒത്തിരി വേദനിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ഭർത്താക്കന്മാർ എനിക്ക് മെസ്സേജിൽ വന്നു, ഇങ്ങനെ പറയാമെന്ന് രാജിച്ചി, പക്ഷെ ഇത് സങ്കടം ഉണ്ടല്ലേ, മനസ്സിലായോ. പലപ്പോഴും ആ ഒരു മൊമെന്റിൽ നമ്മളെ എൻ്റെ അച്ഛൻ എന്നെ പറയുമ്പോൾ ഞാനിപ്പോഴും എൻ്റെ അച്ഛനെ ഞങ്ങൾ കണ്ടിട്ടില്ല, എൻ്റെ അച്ഛൻ എന്താണെന്ന് അറിയില്ല, എന്തിനാണ് എൻ്റെ അച്ഛനെ അവൻ ഇങ്ങനെ പറയുന്നത്. അത് ശരിക്കും പിന്നെ അതുപോലെ തന്നെയാണ്, ഇത് നിൻ്റെ വീടല്ല. ചില വാക്കുകളുടെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഏതെങ്കിലുമൊക്കെ സിനിമകളിലൂടെ വരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സിനിമയാക്കുമെന്നൊന്നും എനിക്കറിയില്ല. ആരെങ്കിലൊക്കെ എവിടെയെങ്കിലും പറഞ്ഞു വെക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴും കെട്ടി വരുന്നൊരു പെണ്ണിനോട് പറയും, ഇതൊന്നും വീട്ടിൽ കാണിക്കും, ഇതൊക്കെ നിൻ്റെ വീട്ടിൽ പോയി കാണിച്ചോളാം. ഇതൊക്കെ എൻ്റെയൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അമ്മ പറയണമെന്നറിയോ, രാജി അവിടെ അതാണ് നിൻ്റെ വീട്, കേട്ടല്ലോ, ആട്ടങ്ങി ഒതുങ്ങി അവിടെ നിന്നോളൂ. ഈ ഒരു പോയിന്റ് കൂടെ ഞാൻ ആഡ് ചെയ്യണം. ഇപ്പൊ പലപ്പോഴും പെൺകുട്ടികളെ കല്യാണം കഴിച്ചയപ്പിക്കുമ്പോൾ നമ്മൾ ആൺകുട്ടികൾക്ക് ആ ഒരു പ്രഷർ എപ്പോഴും ഫീൽ ചെയ്യാറില്ല. കാര്യം അവരെപ്പോഴും അവരുടെ ഒരു സേഫ് സോണിലാണ്. പക്ഷെ പെൺകുട്ടികളാണ് വേറൊരു വീട്ടിലേക്ക് വരുന്നത്. ഇതുവരെ വളർന്ന സാഹചര്യങ്ങൾ വേറൊരു സാഹചര്യത്തിൽ പോയി ജീവിക്കണം,
ഇതുവരെ യാതൊരു പരിചയമില്ലാത്തൊരു മനുഷ്യരെ കണ്ട് അവരെ സ്വന്തമായിട്ട് കണ്ട് പെരുമാറുക, അല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ കൂടി പല അവസരങ്ങളിലും പോയി ചിരിച്ച് കാണിക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാകുക. ഇങ്ങനത്തെ ഒരു ദുരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ ഒരുപാട് ഇന്നും ഈ സമൂഹത്തിൽ. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? ഓക്കെ, എനിക്ക് പറയാനുള്ള പ്രതിഷേധങ്ങളൊക്കെ ഞാൻ കണ്ടന്റിലൂടെ പ്രതിഷേധങ്ങളൊക്കെ ഞാൻ ഭർത്താവ് ഒരു എപ്പിസോഡിൽ വീട്ടിൽ വന്ന് നിൽക്കാൻ പറയുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണോടി, എനിക്ക് ഇവിടെ കിടന്ന് ഉറക്കം വരത്തില്ല. പിന്നെ ഹസ്ബൻഡാണെങ്കിലും എൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് ഒരിത്തിരി പ്രശ്നമുണ്ട്. ഒരു ദിവസം 2 ദിവസം നിൽക്കാം, ഒരു ഫംഗ്ഷനായിട്ട് പോയി നിൽക്കാം, എന്നാലും നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറിയിൽ പോയി കിടന്നാൽ അതൊരു സുഖമാണെന്നാണ് പറയുന്നത്. എല്ലാവരും അങ്ങനെയാണല്ലോ. പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രം അങ്ങനെയൊന്നുമില്ല. ഞങ്ങളത് ജനിക്കുമ്പോൾ തൊട്ട് അങ്ങനെയല്ലേ. ഇപ്പം ഞാൻ മൂത്ത ആളാണ്, എനിക്ക് താഴെ ആൾക്കാർ വന്നപ്പോൾ എൻ്റെ സ്നേഹം അങ്ങോട്ടാ പോയത്. പിന്നെ എൻ്റെ ഓർമ്മയിൽ ഞാൻ +2-നാണ് ആദ്യമായിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത്. പുതിയ ലേറ്റസ്റ്റ് ഇറങ്ങിയിരിക്കുന്നതാണ്. എനിക്ക് എല്ലാം പഴയ ടെക്സ്റ്റ് ബുക്കുകളാണ്, പഴയ യൂണിഫോം. എനിക്ക് പാവാട പിന്ന് കുത്തിയിട്ട് എൻ്റെ ഇവിടെ പൊട്ടിച്ച് ഓരോന്ന ദിവസങ്ങളുണ്ട്. ഒരു യൂണിഫോം ഇട്ട് നോക്കൂ 2 കൊല്ലം ഓടിയ സമയമുണ്ട്. രാത്രി വന്നിട്ട് അത് വാഷ് ചെയ്തിട്ട് രാവിലെ തേപ്പിട്ടിട്ട് ഉണക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. എൻ്റെ മോളെൻ്റെ ഇടയ്ക്ക് പിന്നെ പോരാജ്. അപ്പം ഞാൻ ഒരു സത്യം അതാ അടുത്ത പോലെ ഞാൻ അതിന് ഒരെണ്ണം മേടിച്ച് തരാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കും. അല്ല, കുട്ടികൾക്ക് അങ്ങനെ എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു തോന്നുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കാൻ പറ്റി. അല്ല, അപ്പം ഞാൻ അവരോട് പറയുമ്പോൾ അവളുടെ സ്കൂളുകളിലൊക്കെ പറയും എനിക്ക് ഭാഗ്യം എൻ്റെ അമ്മ. അപ്പം അവള് പറയും അമ്മ വീട്ടിലോട്ടൊന്ന് വാ. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞും കൊടുക്കും. ഞാൻ അവരുടെ വഴക്കും പറയും. ഞാൻ വടിയെടുക്കുന്ന ഒരു അമ്മയാണ്. അവരെ വടിയെടുത്ത് അടിച്ചാൽ അതിൽ കൂടുതൽ ഞാൻ കരയും. ഞാൻ വടിയെടുത്ത് അടിക്കുന്നത് വളരെ റയറാണ്. എൻ്റെ ഇളയ ആളാണ് പട്ടപ്പട്ടയെന്നൊന്നും മേടിക്കുന്ന ആള്. പക്ഷെ മൂത്താൾ അങ്ങനെയൊന്നും വഴക്ക് പറയേണ്ട അവസ്ഥ വളരെ റയറാണ് വരുത്തി. പക്ഷെ പറഞ്ഞു കൊടുക്കും. ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു നിർത്തിയ ആ വിഷയം തന്നെയാണെങ്കിലും ഭർത്താവ് വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു വിഷയത്തെപ്പറ്റി ഞാൻ ചെയ്തിട്ടുണ്ട്. ഭാര്യമാർക്ക് പറയാനുള്ള വിഷയത്തെപ്പറ്റി ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയണം തോന്നിയിരിക്കുന്ന പല കാര്യങ്ങളാണ്. വീടില്ല എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ ചോദിച്ചു, എനിക്ക് സ്വന്തമായിട്ട് വേറൊരു വീട് ഞാൻ എവിടെയെങ്കിലും പണിയണം. അമ്മ വീട്ടിൽ ചെന്ന് അവിടെ പറഞ്ഞു വിടുമല്ലോ, അവിടെ പോയി പറയും എൻ്റെ അമ്മയിൽ എൻ്റെ ആങ്ങളമാരെടുത്ത് തിരിച്ചു വെക്കുള്ളൂ പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ ഞാൻ അമ്മയുടെ അനിയൻ്റെ വീട്ടിൽ പോയി നിന്ന ദിവസം കൊണ്ട് എനിക്ക് ആങ്ങളമാർ അവിടെ സഹിച്ചോളണം. സഹിക്കാൻ പറ്റാണ്ടാണ് വരുന്നത്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ആണ്. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയയും ഓരോ കുട്ടികളുടെ അനുഭവങ്ങളും ഇപ്പൊ ചില ന്യൂസ് ഇന്റർവ്യൂസ് ഒക്കെ. ഞാൻ പ്രത്യേകം കോട്ട് ചോദിക്കുന്ന കാര്യം, നമ്മുടെ നിലമേല് സ്ത്രീധനത്തിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത് പെൺകുട്ടി പലതവണ അവരുടെ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറ്റില്ല. അപ്പൊ അവരുടെ വീട്ടുകാരാണ് പറഞ്ഞത് നമ്മൾ കുറെ സഹിച്ച് നിൽക്കണം. അപ്പൊ അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു ജീവൻ നഷ്ടപ്പെട്ടു. അത് ചിന്തിക്കാം തീർച്ചയായിട്ടും. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ശീതളിനെ വെച്ചിട്ട് ഞാനൊരു എപ്പിസോഡ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ കുട്ടികളിപ്പം എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഞാനൊക്കെ പ്രണയത്തോടെ പോയ ആൾക്കാരാണ്. അല്ല, അറേഞ്ച് മാരേജ് ചെയ്തിട്ട് വീട്ടിൽ വന്ന് പറയുമ്പോൾ നമ്മളെ സ്വന്തം മക്കളൊന്ന് വിശ്വസിക്കണം, ഒന്ന് ശ്രമിക്കണം. കാരണം ഞാൻ എൻ്റെ മോളോടും അല്ലെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ലവ് മാരേജ് ഒക്കെ ആയിരിക്കുന്ന ആൾക്കാർ, ഞാനൊരു സമയത്തൊരു മണ്ടിയാണ്. അപ്പോൾ ഇപ്പം എനിക്ക് ഇത്തിരി അപ്പോൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ ഞാൻ ചത്തുകളി അവനില്ലെങ്കിൽ ഞാൻ പറയും എന്തിന്, ഞാൻ വഴക്ക് പറയും. എന്നോട് പിള്ളേർ അങ്ങനെയൊന്നും പറയില്ല. ഇപ്പം ഞാൻ ചെയ്യും എന്തേ, അവൻ ഞാൻ ചെയ്യടി നീ മരിച്ചാൽ അവനൊരു വർഷം കരയുമായിരിക്കും. അടുത്ത ആഴ്ച അവൻ സ്റ്റാറ്റസ് ഇടും, ഇല്ലേ അവൻ നിന്നെ ഓർക്കും. അവൻ അടുത്ത പെണ്ണും കിട്ടി സുഖമായിട്ടിരിക്കും. നിന്നെ ഈ പ്രായത്തിൽ നിൻ്റെ അച്ഛനും നമുക്ക് ജനിപ്പിക്കാൻ പറ്റും മോളെ. ആ അച്ഛനും നമുക്ക് വേറെ കുഞ്ഞിനെ കിട്ടുമോ? എൻ്റെ മോളോട് ഞാൻ പറയും, പ്രണയമല്ല മോളെ, ആകാശം ഒടിഞ്ഞു വീഴാലും അമ്മ ഉണ്ടാവും കൂടെ. പക്ഷേ എനിക്കിനി ഈ പ്രായം എനിക്കിപ്പോൾ 36 ആണ്. ഈ 36 വയസ്സ് എനിക്ക് നിന്നെപ്പോലെ കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റില്ല. അവളെ വളർത്തി അവളുടെ കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയത്. പല കുട്ടികൾക്കും അത് മനസ്സിലാണെങ്കിൽ അവർ അമ്മമാരും അച്ഛന്മാരാവണം. പിന്നെ ചിറ്റമ്മമാർക്കും മനസ്സിലാവും. കാരണം ചേച്ചിമാരെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നവർക്ക്. അപ്പോൾ ഞാൻ കുട്ടികളോടൊക്കെ പറയും, നിങ്ങളങ്ങനെ ചിന്തിക്കല്ല കേട്ടോ, നിങ്ങളങ്ങനെ ചിന്തിക്കുകയേ ചെയ്യും. നിങ്ങളൊരു നിമിഷം പുറകോട്ടൊന്ന് ആലോചിക്കണം. ആ നഷ്ടമില്ല, നിർത്താൻ പറ്റില്ല. അവരുടെ ഒരു ആയുസ് മൊത്തം നിങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. പിന്നെ മോളോട് ഞാൻ പറയപ്പോഴും, ഇനി ആരെയെങ്കിലുമൊക്കെ പ്രേമിക്കുവാണെങ്കിൽ എങ്ങാനും തേപ്പ് കിട്ടിയാൽ അതിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോളണം. മണ്ടത്തരൊന്നും എൻ്റെ മോനത്തിന് എന്തറ്റം വരെ അമ്മ കൂടെ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മണ്ടത്തരം ചിന്തിക്കരുത്. കാരണം എനിക്ക് എൻ്റെ മക്കൾക്ക് വേറെ ആരും വരത്തില്ല. പാർട്ട്ണർക്ക് ശരിയായിരിക്കും. ആ ചെറിയ ഇപ്പോൾ ഒരു പെണ്ണാണെങ്കിലും ആണാണെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടാവും. പക്ഷേ മുറിവുകളല്ലേ, ബന്ധമാണ്, രക്തബന്ധമല്ല. അത് പൊക്കിൾക്കൊടി ബന്ധമല്ല. അവിടെ ഒരു ഫില്ലിങ് പോവും. ചില ആൾക്കാർ ഒറ്റയ്ക്ക് നിൽക്കുന്നവരുണ്ട്, ചില ആൾക്കാരത് ഫില്ല് ചെയ്ത് പോകും. പക്ഷെ ഇപ്പുറത്ത് മറുവശത്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അച്ഛനും അമ്മയാണ്. അത്ര മക്കളുണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്കും 10 പേരാണ് 10 പേരും വിലപ്പെട്ടതാണ്. കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ചേച്ചി. ഇന്റർവ്യൂയുടെ തുടക്കത്തിൽ മെൻഷൻ ചെയ്തിട്ട് ഞാൻ 2K കിഡ്സിന്റെ അമ്മയാണെന്നുള്ളത്. അപ്പം
തുടർച്ചയായി വാർത്തകളിൽ വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ മിഹിർ എന്ന് പറയുന്ന കുട്ടിയുടെ ഇഷ്യൂ, കോഴിക്കോട് ഷഹബാസ് എന്ന് പറയുന്ന കുട്ടിയുടെ ഇഷ്യൂ. അപ്പം കുട്ടികളൊക്കെ ഇത്തരത്തിലാണ്, അവരെ നർച്ചർ ചെയ്യപ്പെടുന്ന രീതി അങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെയാണ്. ഇപ്പോൾ ചേച്ചി കുട്ടികൾക്ക് ഇതുപോലത്തെ സൂയിസൈഡൽ വാർത്തകളോ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളോ ഒന്നും കാണാൻ അല്ലെങ്കിൽ അവരെ കാണിക്കാൻ അങ്ങനെ പറയാറില്ല, ചെയ്യാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഇവരുടെ കയ്യിലേക്ക് എത്തും. സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ചികഞ്ഞു പോകാൻ താല്പര്യം, അവർക്ക് ഇങ്ങനെ സെർച്ചിങ് മെന്റാലിറ്റി, അവരുടെ ഫീഡില് ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോൾ അത് അവരുടെ തലച്ചോറിൽ ഫീഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യം കയറുന്നത് ഈ ഒരു കാര്യം, ഈ ഒരു പ്രശ്നം ഇപ്പോൾ നിലവിലെ സമൂഹ സാഹചര്യത്തിൽ എന്തുമാത്രം അപകടമായിട്ട് മാറുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഒരു അമ്മ എന്ന നിലയ്ക്ക് ചിന്തിച്ചു നോക്കുന്നുണ്ടോ? സത്യത്തിൽ പേടിയുണ്ട്. പെൺകുട്ടികളാണ് എല്ലാവരും, അവർ കുഞ്ഞുങ്ങളെല്ലാവരും പെൺകുട്ടികൾ. എന്നാലും ഭയമാണ്. എന്താണ് ഞാൻ എപ്പോഴും പറയാം, വിദ്വേഷ മൈൻഡ് വേണ്ട. പണ്ട് നമ്മുടെ ഫ്രണ്ട്സിനോട് വഴക്കിട്ട് അച്ഛനോട് പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വാക്ക്. ഇന്ന് അതല്ല, ഞാൻ കാണിച്ചു തരാം, ഞാൻ എന്തോ ആണെന്ന് ഞാനെന്ന ഭാവം കുഞ്ഞുങ്ങളിൽ കയറി. എൻ്റെ ഫ്രണ്ട്സ് എനിക്കുണ്ട്, അത് നമുക്ക് തീർത്ത് കളയാം, അങ്ങനെ വന്നു. പക്ഷേ ഇവരൊരു അവസ്ഥയിൽ പെടുമ്പോഴാണ് ഇവർക്കിത് ആരുമില്ലെന്ന് മനസ്സിലാവുന്നത്. അപ്പം നമ്മുടെ പ്രായത്തിലുള്ളവർക്ക് നമുക്കൊരു 10 രൂപ ആവശ്യം വന്നു, ഒരു ഹോസ്പിറ്റൽ കേസ്, നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും. പക്ഷേ നെഗറ്റീവിന് ഇങ്ങനെ സുഹൃത്തുക്കളെ കൂട്ടുപിടിക്കുന്നത് എന്തിനാണ്? ഞാൻ എപ്പോഴും പറയും, മോനെ ഒരാൾ ഒരു വഴക്കിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമുള്ളൂ. ഒരു ദിവസം ഒരു ലെറ്റർ ക്ലാസ് റൂമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിച്ച ലെറ്റർ. ഞാൻ ചെയ്തെന്താ ഇങ്ങനെ കുറേ ബാഡ് വേർഡ്സൊക്കെ, അത് അവൾ എന്നെ വിളിച്ചു, ഞാൻ അവളെ വിളിച്ചു. ഞാൻ എന്തിന് നാളെ ഇതൊക്കെ ആലോചിച്ച് ചിരിക്കും നിങ്ങൾ? അവന് ഇത് വേണ്ട, ഇതവിടെ കഴിഞ്ഞോളണം, അല്ലാതെ പകരം ചോദിക്കാൻ നമ്മളുണ്ട്. ഇനി അത്ര മെൻ്റലി പ്രശ്നമാണ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയുക. ഇത് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കുഴപ്പമാണ്, ടീച്ചർമാർ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ, സോഷ്യൽ മീഡിയയോട് എനിക്ക് അറിഞ്ഞു കൊടുത്തിട്ടില്ല. പല വാർത്തകളും കാണുമ്പോൾ കുഞ്ഞിൻ്റെയൊക്കെ കോഴിക്കോടത്തെ വാർത്തയൊക്കെ കണ്ടപ്പോൾ SLC എക്സാമിൻ്റെ സമയത്തൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. നമ്മൾ ആലോചിച്ച് എന്താണെന്നറിയാം, ആ ഫാമിലി എങ്ങനെ ഉറങ്ങും, എന്ത് പ്രതീക്ഷയായിരിക്കുമല്ലോ ഒരു കുഞ്ഞിനെ. ഭയങ്കര വിഷമം. ഞാൻ അതിങ്ങനെ ന്യൂസ് ഇങ്ങനെ വെച്ചിട്ട് കുറേ, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയുള്ള ഒരു സിനിമ കണ്ടാലേ സഹിക്കാത്ത ഒരാളാണ്. ഭയങ്കര സെൻസിറ്റീവ് ഉള്ള ആൾ. ഞാൻ എന്നിട്ടും ഇത്തിരി മനക്കെട്ടിയുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാണും, ഇതിലെന്ത് പറഞ്ഞ് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റും, എങ്ങനെ പറഞ്ഞ് കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഞാനിങ്ങനെ വെച്ചിട്ടേമേ ആ കുട്ടി, അപ്പോൾ ആ പിള്ളേർ 10ാം ക്ലാസ് എഴുതിക്കുന്നതിനെ പറ്റി പ്രശ്നം വന്നു. പക്ഷെ അതും സമൂഹം ചിലപ്പോൾ അവരുടെ ഭാവി ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ ജയിച്ചത്. പക്ഷെ അതിൻ്റെ മറുവശവും പ്രശ്നമാണ്. വേറൊരു കുഞ്ഞവിടെ ഇല്ല, അവരുടെ കൂടെ എല്ലാ സൈഡിലും നമ്മൾ ചിന്തിച്ച് പോകില്ലേ, ഇത് പോയി ഇവരുടെ ഭാവി പോകണമെന്നായിരിക്കും ചിലപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പുറത്തെ വശത്ത് നോക്കുമ്പോൾ നമുക്ക് അത് സഹിക്കില്ല. പെണ്ണിലെ അമ്മയാണ്, ഞാനും ചിലപ്പോൾ ഇറങ്ങിച്ചെന്ന് എന്തെങ്കിലും ചെയ്തു പോവും, കയ്യിൽ നിന്ന് പിടി പോവില്ലേ. നമ്മൾ എന്താ പറയുക, ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടൊരു പാടുണ്ടല്ലോ, നമ്മുടെ ചോരയും നീരും, നമ്മൾ അവരുടെ വളർച്ച കണ്ട് എനിക്ക് ഇത്തിരി നേരം കുഞ്ഞ് വൈകിയാലും എനിക്ക് ടെൻഷനുള്ള ആളാണ്. ഭയങ്കര ഇതാണ്, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര പ്രശ്നക്കാരാണ്. അപ്പോൾ നമുക്കത് ആ ഒരു ദിവസമൊക്കെ സഹിക്കുമ്പോൾ ഞാൻ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മാതാപിതാക്കളും ഒത്തിരി വിഷമിച്ചൊരു ദിവസങ്ങളാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്ന സമയത്ത്. നമുക്ക് ഉറക്കമില്ല സമയത്ത്. നമുക്ക് ഈ വർഷം തുടങ്ങും തൊട്ട് ഈ ഒരു സമയം വരെ അല്ലെങ്കിൽ ഒരു എങ്ങോട്ടാണ് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എന്ന് മനസ്സിലാകാത്തൊരു കാലം. ഇപ്പൊ സിനിമയെ തന്നെ ആൾക്കാർ ചർച്ചയാക്കി വെച്ചു, ഇന്ന സിനിമ ഉണ്ടെങ്കിൽ അതൊന്നുമല്ല, അങ്ങനെ നല്ല സിനിമകൾ ചീത്ത സിനിമകൾ പണ്ടും ഉണ്ടായിട്ടുണ്ട് അല്ലേ. പണ്ട് ബലാത്സംഗ സിനിമകളുണ്ട്, TGV സാർ എന്നൊക്കെ പറയുമ്പോൾ ഇന്നൊക്കെ എനിക്ക് മനുഷ്യരൊക്കെ എനിക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ അങ്ങനത്തെ എന്നിട്ട് ഇവിടെ ഒക്കെ നടന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോവുകയാണ്. അത് ഈ പറഞ്ഞ പോലെ സിനിമകൾ, സോഷ്യൽ മീഡിയകൾ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ചേച്ചി ഒരു കോണ്ടന്റ് ക്രിയേറ്ററും കൂടെയാണല്ലോ. ചേച്ചി പറഞ്ഞു, ഞാൻ ചെയ്യുന്ന കോണ്ടന്റുകൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് നെഗറ്റീവ് കണ്ടന്റുകളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അതെ കാണുന്നവൻ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിൽ എനിക്ക് എൻ്റെ ഡയറക്ടർ എൻ്റെ ചാനലല്ല, അതിന് ചാനലിൽ ഓർഡിനറി വരുമാനം കിട്ടുന്നുണ്ട്, അവൻ്റെ തൊഴിലാണത്. അഭിനയിക്കുന്ന ഒരു ആക്ടർ എന്നുള്ളൊരു റൈറ്റർ എന്ന രീതിയിൽ എനിക്കിങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എനിക്കും അതിലൊരു വരുമാനം വരും. ഒരു എപ്പിസോഡിൽ ഒരു ദിവസം വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു ബാറ്റ അല്ലെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ട് ഉണ്ട്. കാണുന്നവനെല്ലാം നെഗറ്റീവുകൾ മാത്രം സ്വീകരിക്കാണ്ടിരിക്കുക, കുട്ടികളെ ചിന്തിക്കാൻ അതായത് നെഗറ്റീവിൻ്റെ പുറകെ മാത്രം പോകാണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ അവരുടെ മനസ്സ് ചുരുങ്ങി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. പണ്ടൊക്കെ നമ്മളെല്ലാം കാണുമ്പോൾ ഇതിൽ നമ്മൾ തരം തിരിച്ച് കാണുമായിരുന്നു. പിള്ളേർ അങ്ങനെയില്ല. പിള്ളേർ ആദ്യം കാണുന്ന പ്രശ്നം എന്നാണ്, ഇത്രയും പേജുകൾ നമ്മൾ ആദ്യം കണ്ട സ്പോർട്സ് പേജ്, സിനിമക്കോളം നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ പിള്ളേർ എവിടെ വെട്ടിയ കുത്തിയ പെൻഡിയം ഇതൊക്കെയാണ് ഇപ്പോൾ പിള്ളേർ നോക്കുന്നത്. അതിലോട്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ ആയിപ്പോയി.
BTS ആരാധകരായിട്ടുള്ള കുട്ടികളുണ്ട്. ഞാനിന്ന് കാണുന്നുള്ള ആരും എൻ്റെ മോളൊക്കെയാണ് കുറേ, എൻ്റെ ഹസ്ബൻഡ് പറയും അത് കാണും ഇത് കാണുന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ട്. നല്ലതിൻ്റെ കുറേ കുഞ്ഞുങ്ങൾ പോട്ടെ, അറിഞ്ഞിരിക്കണം ഈ സമൂഹത്തിൽ ഇതൊക്കെ വന്നാൽ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം. ഒരാൾ നമ്മുടെ കുത്തിന് കയറി പിടിച്ചാൽ വിടറാന്ന് പറയാൻ പഠിച്ചിരിക്കണം. അതെങ്ങനെ ബിഹേവ് ചെയ്യണം, നല്ല ഫൈറ്റ് ചെയ്യണം ഒക്കെ പഠിച്ചോ. പക്ഷേ ഒരു കുടുംബത്തിൻ്റെ കണ്ണീരിലോട്ട് എത്തരുത്. ഒരാളുടെ ശരീരം നോവിച്ചിട്ടല്ല, അവൻ്റെ കണ്ണ് നിറച്ചിട്ട് അവൻ്റെ കുടുംബത്തിൻ്റെ ആളില്ലാണ്ടാക്കിയിട്ടോ നമുക്കൊന്നും നേടാനില്ലെന്നേ. നമ്മളുടെ കുടുംബത്തിന് ഈ നഷ്ടം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? ഞാനൊരു കുഞ്ഞിനെ തല്ലി, എൻ്റെ കൊച്ചിനെ തല്ലിയാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അത് തന്നെയല്ല അവൻ്റെ മാതാപിതാക്കൾക്ക്. അതൊന്ന് ചിന്തിച്ചാൽ മതി എന്നേ പറയാനുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ മാറട്ടെ. എന്നോട് സംസാരിക്കുന്ന കുട്ടികളൊക്കെ ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും, ഭയങ്കര ഫ്രാങ്കായിട്ട് പറയും, ഈ തള്ളയാണ് ചാനലിൽ കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറയും അത് വേറെ കാര്യം. ഇത് എൻ്റെ ഫ്രണ്ട്സ് കോർണറിൽ ഞാൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നു. മറ്റേ സമൂഹത്തിൽ എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ പറയുകയാണ്. പിന്നെ പറയുന്നതിലെങ്ങും പാളിപ്പോവാത്തത് കുറേയൊക്കെ അനുഭവങ്ങളുള്ളതുകൊണ്ടാണ്. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പീരിയഡ്സ് ഒരു എപ്പിസോഡ് ചെയ്തു, ഭയങ്കര വൈറലായിട്ടുള്ള പീരിയഡ്സിൻ്റെ കുറേ എൻ്റെ ഒരു കണ്ടന്റാണ് പീരിയഡ്സ് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ അകത്ത് ഭയങ്കരമായിട്ട്. പിന്നെ കുറേ പേരത് ചെയ്തു. അപ്പോൾ പീരിയഡ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. എൻ്റെ മോൾ ആദ്യമായിട്ട് വയസ്സറിയിച്ചപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. സിംഗിൾ പാരൻ്റാണ്. എനിക്ക് എങ്ങനെ അവളെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ നോക്കണം, ഞാൻ ഇതുപോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യണം പറഞ്ഞിട്ട് എന്താ അവൾക്ക് കൊടുക്കേണ്ടത്. കോവിഡ് ടൈം കൂടിയാണ്. അപ്പോഴാണ് അവൾക്കത് അറിയില്ല. അല്ല അത് വെച്ചാൽ എൻ്റെ പണ്ട് നമുക്കറിയില്ലേ ആ ബയോളജിയുടെ ആ ചാപ്റ്ററൊക്കെ മറിച്ച് എനിക്ക് ശരിക്കും അനുഭവമുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് SLC എക്സാമിന് മുമ്പ് ഞങ്ങളൊരു മിനി ചേച്ചി, ഞങ്ങൾ നെറൈന് താമസിക്കുന്നത്, എൻ്റെ ഫ്രണ്ട് അമ്പിളി, ആ ചേച്ചിയാണ് എങ്ങനെയാണ് ഡെലിവറി, ഞാനത് എനിക്ക് പ്രസവിക്കണ്ട. അപ്പം എന്നോട് എൻ്റെ രാജി നീ ഇതൊന്നും പഠിച്ചിട്ടില്ല. അപ്പം ഞാൻ അതേ ബുദ്ധിമുട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചി ഞാൻ ബയോളജിയിൽ മണ്ടിയാണ്. അവ പറയും അതുകൊണ്ടൊന്നുമല്ല പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്യുകയാണ് പറയും. അപ്പം ഞാൻ പീരിയഡ്സിനെ പറ്റി എനിക്കറിയാവുന്ന പോലെ കുറച്ച് സെർച്ചും ചെയ്തു മലയാളമായിട്ട്. രാത്രി 1 മണിയായപ്പോൾ ഞാൻ പോയിരുന്നിട്ട് ചെയ്യാനിരുന്നൊരു കണ്ടന്റ് ഇത് വേണ്ട വർക്ക്. എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ പ്രത്യേകത ഗുണമാണ്. ചിലവ് പറയും ചേച്ചി ഇതിപ്പോൾ വർക്കാവില്ല. അപ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലോ, അപ്പം നമ്മൾ ലോസ് ആവരുതില്ല. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടെന്ന് ആലോചിച്ചിട്ടാണ് പീരിയഡ്സിനെ പറ്റി പറയാമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് നേരം പോയിരുന്നു പ്രാർത്ഥിച്ചു. അത്യാവശ്യം വിശ്വാസമുള്ള കൂട്ടത്തില്ല. ഞാൻ കുറച്ചില്ല എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. മുസ്ലിംസിന് നോയമ്പ് എടുക്കും, പള്ളിയിൽ പോകും, അമ്പലത്തിൽ പോകും, എല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം വലിയൊരു വിഷയമാണ്, വലിയ ആൾക്കാർ സംസാരിക്കേണ്ട കാര്യമാണ്, തെറ്റിപ്പോകരുത്. ഞാൻ അവനോടും പറഞ്ഞു എഡിറ്റ് ചെയ്തൊക്കെ ഒരുപാട് തവണ കാണാം, ആരിലും ബോധമുള്ളവരോടൊന്ന് കാണിച്ചോളണം കേട്ടോ എന്ന് പറഞ്ഞു. അവൻ ആരും കാണിച്ചില്ല, റിലീസാക്കിയിട്ട് എന്നോട് വിളിച്ച് പറയണത്. പക്ഷെ കമൻസ് ഇടുമ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ ഞാൻ വളരെ മലയാളത്തിൽ എന്താണ് പീരിയഡ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ഒരു എപ്പിസോഡിൽ പറയാവുന്ന ടൈമിൽ കൂടുതലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന എസ്സേ പോലെയാണ്, ഇപ്പോഴും അങ്ങനെയാണെന്ന് തോന്നണം. അപ്പോൾ എന്നിട്ട് അത് പറഞ്ഞു കൊടുത്തപ്പോൾ അത് ഒരുപാട് പാരൻസിന് യൂസ്ഫുള്ളായി. ആ വീഡിയോ ആണ് കൂടുതൽ അമ്മമാർ ഷെയർ ചെയ്ത് കൊടുത്തത്. ചില ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഒരു ചേട്ടൻ വന്നിട്ട് കോഴിക്കോട് ഷൂട്ട് പോകുന്ന സമയത്ത് ട്രെയിനിൽ ഒരു പീരിയഡ്സിൻ്റെ എപ്പിസോഡ് ചെയ്തില്ലേ, അതെൻ്റെ പെങ്ങളെനിക്ക് അയച്ചു തന്നിട്ടോ. അപ്പോൾ ഞാൻ ചേട്ടന് മോളുണ്ടാ? എനിക്ക് മോളുണ്ട്. അപ്പം എനിക്ക് ശരിക്കും അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ മോള് കണ്ടന്റ്. അപ്പോൾ അത് അവർ അപ്പോൾ ഞാൻ ശരിക്കും അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ പറഞ്ഞു ഞാൻ നല്ല ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്യും. ഓക്കെ ചേച്ചി, ഇപ്പം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പം ഒരു കലാകാരി ഇപ്പം കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളതല്ല, ഇന്ന് നമ്മുടെ ഈ ഒരു ഡൊമൈനിലുള്ള എല്ലാ കലാകാരും റെസ്പോൺസിബിൾ ആവണം, സമൂഹത്തോട് ഉത്തരവാദിത്തം കാണിക്കണം എന്നുള്ളൊരു അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മനുഷ്യന്മാരല്ലേ, നല്ല സമയം ചീത്ത സമയമൊക്കെ ഉണ്ടാവും. നമ്മൾ അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. നല്ലത് ചീത്ത ഉണ്ടാവും, നമ്മൾ പോസിറ്റീവായിട്ടങ്ങ് എടുത്താൽ മതി. നെഗറ്റീവിൻ്റെ കുറേ പോകാൻ എന്തിനാണ് നമ്മളത് ആലോചിച്ച് വേസ്റ്റ് ചെയ്ത് എനർജി കളഞ്ഞ ആവശ്യമില്ലാത്ത ഹോർമോണൊക്കെ കുറച്ച് ഭ്രാന്താകണത്. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, നമുക്ക് ഈ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പം രാജി ആസ് ആൻ ആക്ടർ ഇപ്പം നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഇൻസ്റ്റാഗ്രാം കണ്ടന്റുകളാണെങ്കിലും ശരി, കുറച്ച് അധികം സിനിമകളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങുന്നുണ്ട്. അതിലുപരി റൈറ്ററാണ്, നാളെ ചിലപ്പോൾ ഒരു ഡയറക്ടർ ആവട്ടെ. എൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള എൻ്റെ ആശംസകൾ. അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ. രാജി കൺസീവ് ചെയ്യുന്ന സിനിമകൾ എങ്ങനെയാണ്, എങ്ങനത്തുള്ള സിനിമകളാണ് കണ്ടിട്ടുള്ളത്, ഏതൊക്കെ സിനിമകളാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? അയ്യോ, ഫീൽ ഗുഡിന്റെ ആളാണ്. സത്യനന്ദിക്കാടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി സിനിമകൾ അങ്ങനെ എല്ലാ സിനിമകളും ഇഷ്ടമാണ്. ആകാശദൂത് ഇഷ്ടമാണ്, അച്ചുവിന്റെ അമ്മ, മാളു.
സങ്കടം ഇല്ല, ഫാമിലി സിനിമയാണല്ലോ. അതുപോലെ ഈ മേഖലയിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് അഭിനയിക്കണം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്ത് ഒരു കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന സമയത്ത് ആദ്യമായിട്ട് കിട്ടിയ ഒരു അപ്രിസിയേഷൻ, ഏറ്റവും വാല്യുബിൾ ആയിട്ട് തോന്നുന്ന ഒരു അഭിനന്ദനം ആരുടെയാണ് ശരിക്കും? വാല്യുബിൾ എന്ന് പറഞ്ഞാൽ തോന്നിയേക്കണ ക്ലോസ് ടു ഹാർട്ട് നമ്മൾ അങ്ങനെയല്ല, എനിക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ട് തോന്നുന്ന ഓഡിയൻസ് ആണ് എല്ലാവരും. എല്ലാ ഓഡിയൻസ്, എനിക്ക് അറിയില്ലാത്ത ആൾക്കാരുടെ റിപ്ലൈസുകൾ, കാരണം സാധാരണക്കാരായിട്ടുള്ള വീട്ടിലിരിക്കുന്ന ആൾക്കാർ. അങ്ങനെ ഒരു കമന്റ് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു കമന്റ് ഏതെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഒരെണ്ണം സ്പെസിഫിക് ആയിട്ട്? എൻ്റെ അമ്മ ഒരുപാട് വർഷം മുമ്പ് എൻ്റെ അമ്മയെ ഞാൻ കണ്ടു എന്ന് അങ്ങനെ ഒരു കമന്റ്. ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള അവന് അമ്മകർഷങ്ങളും ചേച്ചിയൊക്കെയാണല്ലോ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തിപ്പോൾ മാർത്താണ്ഡൻ സാറിൻ്റെ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ സിനിമയിൽ പക്ഷേ വിജയരാമ സാറിന് ഇവിടെ പേരിലൂർ പ്രീമിയർ ലീഗിൽ കണ്ടൻ്റൊക്കെ ചെയ്യുന്നതിന് മുമ്പ് പ്രേം സാർ ഡയറക്റ്റ് ചെയ്ത പേരിലൂർ പ്രീമിയർ ലീഗ് നമ്മുടെ ദീപചേട്ടനാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സാറിൻ്റെ പേരിലൂർ സർവൻ ക്യാരക്ടർ, ഒരു ചാരത്തി പോലത്തെ ഒരു ക്യാരക്ടറാണ്, ഹ്യൂമറായിട്ട്. അപ്പം അന്ന് സാറിൻ്റെ കഥാപാത്രത്തിലാണ് സാർ നിൽക്കുന്നത്. അപ്പോൾ സാറ് ഒരുപാട് സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആ കഥാപാത്രത്തിന് ഒരു ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ളവരല്ല സർവൻ്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു, അപ്പോൾ ആ പുള്ളി ആ നേച്ചറിനകത്താണ് നിൽക്കുന്നത്. എന്നാൽ ആവശ്യത്തിൽ സംസാരിക്കും. മാർത്താണ്ഡ സാറിൻ്റെ വർക്കിന് ഞാനവിടെ നിൽക്കുന്ന സമയത്ത് വിജയൻ സാർ എന്നെ ഇങ്ങനെ നോക്കി, കുട്ടേട്ടൻ തന്നെ എല്ലാവരും വിളിക്കുന്നത്, നമ്മളങ്ങനെ വിളിക്കാറൊന്നും ആയിട്ടില്ല. സാറിങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. സാറിങ്ങനെ എണീറ്റ് അങ്ങനെ ഓടി അടുത്തിരുന്നു. ഞാൻ സാറേ ഞാനിങ്ങനെ പേരിലൂർ പ്രീമിയർ ലീഗിൽ ഞാൻ തൻ്റെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ട്. ഭയങ്കര സന്തോഷമായിപ്പോയി. എന്ത് രസമായിട്ട് അഭിനയിക്കുന്നത്. ഇപ്പോൾ ചെയ്യാറില്ല ഞാനില്ല. ഇപ്പോൾ എനിക്ക് ആറി ബ്ലോഗ് എന്നൊരു ചാനലുണ്ട്, അതിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പൊന്മുട്ടയിൽ ഇപ്പോൾ വീഡിയോസുകൾ കുറവാണ്. അവർ വേറൊരു പരിപാടിയാണ് ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്, നല്ല കഥാപാത്രങ്ങൾ, അത്രയും വലിയൊരു ആക്ടർ, എത്ര പാരമ്പര്യമുള്ളവരാണത്. അപ്പോൾ ഞാൻ ഓക്കെ താങ്ക്സ് എനിക്ക് പറയാൻ പറ്റില്ല. അതല്ലേ ഒരു ഓഡീഷൻ്റെ സമയത്ത് ഹർഷാദ് പുഴുവിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ ഹർഷാദ് കണ്ടൻ്റൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അബു വളയങ്ങളത്തുകൊണ്ട് അസിസ്റ്റൻ്റായിട്ട് കാസ്റ്റിംഗ് ഡയറക്ടർ അബുക്കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓഡീഷന് ഒരു കോ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് അവരുടെ കൂടെ കോപ്പറേറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കുവാണ് പെർഫോമൻസ്. അപ്പം ഞാൻ ആ കുട്ടിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഞാൻ മറക്കില്ല ലൈഫിൽ. എനിക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടൊരു നിമിഷമാണത്. ഞാൻ മറക്കാത്തൊരു ദിവസമാണ് കേട്ടോ അത്. ഇപ്പോൾ ഞാൻ പറയുമോ അത് ഷർക്കയുടെ ഒരു പടത്തിൽ വലിയൊരു വേഷം ചെയ്യണമെന്ന് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഇമോഷനായിട്ടൊരു സാധനം ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച് ആ കുട്ടിയെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെയല്ല മോളെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ അഷർ കേട്ടിട്ട് ഇങ്ങനെ കൈ അടിച്ചിട്ട് ഇങ്ങനെ വെച്ചോളൂ എന്താ പറയണ്ടേ, ഒരു രക്ഷയില്ല മോളെ. അയ്യോ എനിക്ക് മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തതിൽ പുറകോട്ട് സ്ക്രിപ്റ്റായിട്ട് ഇത്രയും വലിയൊരാളാണ്. എന്നിട്ട് പറഞ്ഞു ഭയങ്കര ഒരു 3 ദിവസം നമ്മൾ ആ ഒരു കാസ്റ്റിങ്ങിൻ്റെ പരിപാടിയായിട്ട് അബൂക്കയുടെ കൂടെ നിന്നു. അപ്പോൾ ഞാൻ കുട്ടികളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് അവർ കാസ്റ്റിംഗ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനും പെർഫോം ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ നിന്ന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ അഭിനയം കണ്ടിട്ട് അവരെല്ലാവരും പറഞ്ഞു കൂടാണ്ട് അത്രയും വലിയൊരു ആളിങ്ങനെ എന്ത് രസമാണ് നീ അഭിനയിക്കുന്നതെന്ന് കേട്ടപ്പോൾ എന്നെ സംബന്ധിച്ചത് വലിയൊരു അവാർഡാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ അറ്റ് പ്രസൻറ്റ് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് മരണമാസം എന്ന് പറഞ്ഞൊരു മൂവി. തിയേറ്ററിൽ ഇറങ്ങിയ സമയത്തും ആണെങ്കിലും ഇപ്പോൾ OTT വന്ന സമയത്താണെങ്കിലും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ സിനിമയെ പറ്റി വരുന്നുണ്ട്. പ്രാവിൻകൂട് ഷാപ്പ്, അത് കഴിയുമ്പോൾ മരണമാസം, ബേസിൽ ജോസഫ് എന്ന് പറയുന്ന നടൻ്റെ കൂടെ 2 സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ. ആദ്യം എനിക്ക് എങ്ങനെയാണ് ഈ പ്രാവിൻകൂട് ഷാപ്പും മരണമാസത്തിലേക്ക് എങ്ങനെയാണ് ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു? പേരിലൂരിൽ പ്രീമിയർ ലീഗ് വർക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അതിലുള്ള അസിസ്റ്റൻ്റ് ചെയ്ത കുട്ടികൾ തന്നെ പ്രാവിൻകൂട് ഷാപ്പിലുണ്ടായിരുന്നു. നിതിൻ എന്നൊക്കെ പറയും, നിതിന് അവർ പ്രസൂണൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് ശ്രീജ ശ്രീനിവാസനാണ് അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ രാജേച്ചി ഞാൻ എന്നെ വിളിപ്പിച്ചു, ഞാൻ അവിടെ ചെന്ന് ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞു ഞാൻ പോകുന്ന സമയത്ത് അവനെ ഞാൻ ഉറക്കിയിട്ടില്ല. ഞാൻ വിളിച്ചു നിതിനെ പ്രസൂണേ. ഞാൻ നോക്കുമ്പോൾ അൻവർഷി പ്രൊഡക്ഷൻ നമുക്ക് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സിനിമയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഭാഗ്യമാണ്. ആർട്ടിസ്റ്റുകളുടെയൊക്കെ പേര് കേട്ടപ്പോഴേ നമ്മൾ ഫ്ലാറ്റ് എനിക്കതിൽ കിട്ടുമോ എനിക്കത് കിട്ടണം ഞാനുള്ള നേർച്ചയൊക്കെ അറിയുന്നു. അപ്പോൾ അവർ പറഞ്ഞു രാജേച്ചി അത് ചിലപ്പോൾ അത് സെലക്ട് ആവില്ല കേട്ടോ, പറഞ്ഞിരിക്കുന്ന വേഷം ചിലപ്പോൾ അത് അങ്ങനെ ആവില്ല എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം എന്നെ അങ്ങനെയല്ല, ഓരോ സിനിമയ്ക്കും ഓരോ കഥാപാത്രം. ഞാനിപ്പോൾ എനിക്ക് എല്ലാ സിനിമയിലും അഭിനയിക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ സിനിമ ചെയ്യുന്നവരുണ്ട്. ഞാനപ്പോൾ പറയും എനിക്ക് പറ്റുന്ന വേഷം ഉണ്ടെങ്കിൽ വിളിക്കണം. എല്ലാ സിനിമയിലും എല്ലാവർക്കും ഒന്നും അഭിനയിക്കാൻ പറ്റില്ല. ഒരു ടൈപ്പും ഒരു ക്യാരക്ടറും അല്ലേ, ഒരു ഡയറക്ടറിനൊരു കാഴ്ചപ്പാടുണ്ടാവില്ല. അതിനൊന്നും നമുക്ക് സൗഹൃദങ്ങളൊന്നും ബന്ധങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവനെന്നെ ഓർത്തത് ഇതിനത് ഓർത്ത് ശ്രീനിവാസൻ എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ശരി ആ ചേച്ചി എൻ്റെ കണ്ടിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല. അതൊക്കെ ഹിറ്റടിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അതിനൊക്കെ മുമ്പാണ് ഞാൻ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത്. അവിടെ ചെന്ന് പെർഫോം ചെയ്ത് രണ്ടാമത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് ചേച്ചി നമ്മുടെ പരിപാടി ഓക്കെയാണ്, അപ്പോൾ 2-3 മാസത്തെ പരിപാടി അങ്ങ് മാറ്റി വെച്ച് കിട്ടും.
ഭയങ്കര സന്തോഷം തോന്നി. ഒത്തിരി എന്ന് പറയാൻ എൻ്റെ വളരെ വിളപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഞാൻ പൊന്മുട്ടയിലോട്ട് ആദ്യമായിട്ട് വിളിക്കുന്നത് എൻ്റെ റിജോ എന്നുള്ള സുഹൃത്താണ്. ഞാൻ ഷോർട്ട് ഫിലിമുകളിലൊന്നും അഭിനയിച്ചിട്ടൊന്നുമില്ല. റിജോ ആണ് പൊന്മുട്ടയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ആദ്യം റിജോനെ വിളിച്ച് പറഞ്ഞു, റിജോപ്പ എന്നുള്ള റിജോപ്പ പടത്തിൽ ഞാൻ സെറ്റിലായി. എനിക്ക് എൻ്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിലോട്ട് അവൻ വലിയ ഡയറക്ടർ ആകട്ടെ എന്നുള്ള എൻ്റെ ആഗ്രഹമാണ്. സജിൻ, റിജോ, ഷിക്കിൽ, അങ്ങനെ കുറച്ച് സൗഹൃദങ്ങളുണ്ട്, അഭയ്. അപ്പോൾ ഞാൻ റിജോപ്പ ഇങ്ങനെ പരിപാടി സെലക്ട് ആയി. അടുത്തത് ഷിക്കിലാണ്. നേരെ അഭയനെ വിളിച്ചു. എൻ്റെ വളരെ കുറച്ച് ഒരു 6-7 സുഹൃത്തുക്കളാണ് ക്ലോസ് ആയിട്ടുള്ളത്. ഹസ്ബൻഡിനോട് പറഞ്ഞിങ്ങനെ സംഭവം സെറ്റ്, അങ്ങനെ പോയി വർക്ക് ചെയ്യാൻ പറ്റി. അവിടെ നിന്നാണ് മരണമാസത്തിലോട്ട് വിളി എങ്ങനെയാണ് എന്നെ വിളിച്ചതെന്ന് എനിക്കറിയില്ല. അതിലെ അസോസിയേറ്റ് ബിന്നുമാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അങ്ങനെ ചെന്നു. പിന്നെ ഞാൻ വാഴയിൽ ഒരു ക്യാരക്ടർ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വോയിസ് അല്ല, സെലക്ട് ആയില്ല, അത് കറക്റ്റായിട്ട് വന്നില്ല, സിങ്ക് ആയില്ല. അപ്പോൾ അവിടെ വെച്ച് സിജു സണ്ണിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണോയെന്ന് എനിക്ക് വെച്ചാൽ എനിക്ക് എൻ്റെ വലിയ വശങ്ങളൊന്നും അറിയില്ല. അങ്ങനെ എനിക്ക് സിജുവിനെ അറിയാം, എന്നെ അറിയാം, എൻ്റെ കണ്ടൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മരണമാസം ശിവനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സാറിൻ്റെ ഭാഗ്യത്തിലെന്തോ ചെന്നപ്പോൾ ടോമിനോ ഇതൊക്കെ കേട്ടോ തന്നെ നമ്മൾ വണ്ടർ. അവർക്ക് എല്ലാം വലിയ പടമാണ്. അങ്ങനെയൊന്നും ഇത്രയൊന്നും ആവുമെന്ന് വിചാരിക്കാത്ത ഒരാളാണ്. അപ്പോൾ അവിടെ ചെന്നു എൽദോ ചേട്ടനാണ് കൺട്രോളായിട്ടുണ്ടായത്. എനിക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞു, സിജുവിനോട് വെച്ച് അടിപൊളിയായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ എൻ്റെ മുഖത്തു നിന്നാണ് ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈശ്വര എനിക്ക് രാശി ഉണ്ടാവണേ, അതൊക്കെയാണ് ഞാൻ അയ്യോ ഇറ്റാണ് ഇവിടെ രാശി ഉണ്ടാവണേ. ഇപ്പൊ മരണമാസമാണെങ്കിൽ തന്നെ OTT വന്നതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ ഷോർട്സ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് സ്റ്റോറി അയച്ചു തരാറുണ്ട് ആൾക്കാർ, വീഡിയോസ് അയച്ചു തരാറുണ്ട്. എനിക്ക് കണ്ടുട്ടോ എന്ന് പറയാം. അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇത്രയും വലിയ ആൾക്കാർ, ഇത്രയും വലിയ ടീമിലൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റിയില്ല, വർക്ക് ചെയ്യാൻ. നമ്മൾ അവിടം വരെ എത്തുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. അവിടം വരെ ജനങ്ങൾ തന്നെയാണ് കേട്ടോ എത്തിച്ചത്. കണ്ടന്റ് മാത്രമല്ല, ഒരുപാട് പേര് എനിക്ക് ഞാനൊരു സമയത്ത് വിഷമിച്ചിട്ടുണ്ട്, എനിക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞു. കാരണം പ്രണയത്തിലൂടെ വന്ന് ജീവിതത്തിലെത്തിയിട്ട് 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒറ്റപ്പെട്ടു പോയ ഒരാളാണ്. എടുത്തുചാട്ടത്തിൻ്റെയും മണ്ടത്തരത്തിൻ്റെയും പ്രശ്നമാണ് പല കുട്ടികളും ഫേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ അവിടെ നിന്ന് കയറി പോന്നു. അപ്പോൾ ആരും ഇല്ല എന്നാണ് വിഷമിച്ചത്. പക്ഷേ ഇപ്പോൾ 2ാമത് മാരേജ് കഴിഞ്ഞ് കുഞ്ഞ് ഹസ്ബൻഡൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴും സോഷ്യൽ മീഡിയ അകത്ത് വന്നപ്പോൾ ചേച്ചി നടിയായിട്ട് കാണുമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ വീഡിയോയുടെ അടിയിൽ ചേച്ചിക്ക് അവാർഡ് കിട്ടും, സ്റ്റേറ്റ് അവാർഡ് ചേച്ചി മേടിക്കുന്നത് കാണും. ഇതൊക്കെ നടക്കുമെന്നല്ല, അവരുടെ മനസ്സിൻ്റെ വലിപ്പാണ് ഞാൻ ആലോചിക്കുന്നത്. ചേച്ചീനെ പടത്തിൽ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ചേച്ചി അവിടെ എത്തുമെന്ന് അറിയായിരുന്നു. ഞാൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ എന്താ പറയുക, അവർ എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ കാര്യമാണ്. എൻ്റെ മോള് പറയും വെറുതെ മെസ്സേജൊക്കെ വായിച്ചിരുന്ന് കരയുന്നു. എൻ്റെ കണ്ടന്റ് ഞാൻ തന്നെ എന്ന് വെച്ചാൽ അത്ര റിയലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കണ്ടന്റ് കണ്ടിട്ട് നമുക്ക് തന്നെ എനിക്ക് ഞാനിങ്ങനെ കണ്ടിട്ട് എന്നെ അറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ അങ്ങനെയാണ് ഞാൻ എന്നെ കണ്ണ് അറിയാൻ വേണ്ടിയിട്ട് എന്തിനടിയൊക്കെ അറിയുന്നത്. ഞാൻ പറയും ഞാൻ ആ പോയ വഴികളൊക്കെ ആലോചിക്കും. എല്ലാ വാക്കുകളിലും ഏറ്റവും ലാസ്റ്റസ്റ്റ് ഒരു ചെറിയതായിട്ടൊരു ബർഗറിൻ്റെ എപ്പിസോഡ് ചെയ്യും. ഞാൻ അത് ചോദിക്കണം എന്ന് വിചാരിച്ചു. ഈ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയതിൽ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ അത് പ്രൊഡ്യൂസർ പെട്ടെന്ന് നമുക്ക് കുറച്ച് ടൈം ലെങ്ത്ത് കുറച്ചിട്ടൊരു പരിപാടി പിടിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അപ്പം എന്നോട് ചോദിച്ചു വർക്കാവോ, സ്ഥിരം ചോദ്യമാണല്ലോ. അപ്പോൾ അവൻ അങ്ങനെ ചോദിച്ചതിനെ കുറ്റപ്പെടുത്താനല്ല, കാരണം ആൾ വളർന്ന സാഹചര്യമല്ല ഞാൻ പറഞ്ഞില്ല, എൻ്റെ അനുഭവമാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഒരു മീശക്കാരൻ എന്ന് പറഞ്ഞ കടയുണ്ട് കൂന്തുരുത്തിയിൽ. എൻ്റെ മമ്മി വീട്ടുപണിക്കൊക്കെ പോയിട്ട് അങ്ങനെ ആണ് മമ്മി ജോലിക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സാധാരണ മെയ്യിലാണ്, മെയ് 9 എനിക്ക് ലേറ്റസ്റ്റാണ് ബർത്ത്ഡേ കഴിഞ്ഞത്. ബർത്ത്ഡേ ദിവസമാണ് തലയിൽ കുത്തിക്കുന്നത്. അപ്പോൾ അന്ന് സ്കൂളിൽ സ്പോർട്സിന് പോകുന്ന സമയമായതുകൊണ്ട് സ്പോർട്സിന് ഗ്രൗണ്ടിൽ പോകുമ്പോൾ അവിടെ കുറച്ച് പിള്ളേരേ ഉള്ളൂ, അവർക്ക് മിഠായി കൊടുക്കാൻ പറ്റും. ഞാൻ എനിക്ക് ഇത്തവണ ഒരു പാക്കറ്റ് മിഠായി മേടിച്ചു തരുമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ മിഠായി മേടിക്കാൻ കടയിൽ ചെന്നപ്പോഴാണ് മിഠായിയുടെ വില കേട്ടപ്പോൾ എൻ്റെ അമ്മ സാരിയുടെ നൈറ്റിയാണ് ഇങ്ങനെ കുത്തെടുത്തിട്ട് എൻ്റെ അമ്മ എനിക്കിപ്പോൾ ഓർമ്മ ഇങ്ങനെ നോക്കി. മിശുകാരി ചേട്ടന് നമ്മൾ ബസ് ഇടുന്ന സ്ഥലമാണ്, ചേട്ടൻ നമ്മൾ അറിയാം കേട്ടോ, അപ്പോൾ എനിക്ക് അറിയാം. അപ്പോൾ ഞാൻ നോക്കി അമ്മ നാരങ്ങ മതിയോ. അപ്പോൾ എൻ്റെ അമ്മയുടെ മുഖം എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു മതി. പക്ഷേ അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ രാജി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ പട്ടിരാജി എന്നൊരു ഇരട്ടപ്പേരുണ്ട്, എപ്പോഴും പട്ടീനെ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി അങ്ങനെ വിളിക്കുക എന്താ പട്ടിരാജി, ഞാൻ എൻ്റെ ബർത്ത്ഡേ നാളെ മിഠായി മേടിക്കാൻ വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മിഠായി മേടിക്കാൻ വന്നതാണ്, മിഠായി അങ്ങനെ എൻ്റെ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നാരങ്ങ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാക്കറ്റ് മിഠായി എടുത്ത് കയ്യിൽ തന്നു. പണ്ടത്തെ ഒരു ചെറിയൊരു വേറൊരു മിഠായി നിന്നിട്ട് തന്നു, ക്ലാസ്സിൽ കൊണ്ടേ കൊടുത്തു. അതെനിക്ക് ഭയങ്കര വിഷമമായി, അങ്ങനെ കണ്ണ് ഭയങ്കരമായിട്ട് നിറഞ്ഞു. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു നീ പഠിച്ച് പോലീസാവുമെന്ന് എല്ലാവരും പറഞ്ഞ സ്പോർട്സ് കൊണ്ട്, നീ പഠിച്ച് പോലീസൊക്കെ ആകുമ്പോൾ നീ ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നും അത് ചെയ്യാറുണ്ട്.
ഇന്നും ഒരാൾ വിശന്നിരിക്കുന്നുണ്ട് എനിക്ക് സഹിക്കില്ല. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ശിഷ്യന്മാരും എന്നോട് അഭിനയിക്കുന്ന പിള്ളേരൊക്കെ പറയും വിശന്നിരിക്കുക രാജിച്ച് വിളിച്ച് 100 രൂപ രാജിച്ചിട്ട്. നമ്മള് കടന്നുപോയ സാഹചര്യങ്ങളിലൂടെ അപ്പം അതാണ് ബർഗറിൻ്റെ എപ്പിസോഡായിട്ട് ചെയ്തത്. എൻ്റെ മോള് തന്നെ അതിൽ അഭിനയിച്ചു. എൻ്റെ മോൾക്ക് ഞാൻ അഭിനയിക്കുമ്പോൾ സങ്കടം വരും. കാരണം ഒക്കെ അറിയാം എനിക്കതൊക്കെ ഫേസ് ചെയ്യാൻ. അപ്പം ഈ കണ്ട സ്ട്രഗിൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ യുമിത്തിയിൽ കിടന്ന് നീറിയാൽ പറയാം എനിക്ക് അറിഞ്ഞൂടാ. സ്വർണം തിളങ്ങൂ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലത്തുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ച് നമ്മൾ ആഗ്രഹിച്ച ഒരു മേഖലയിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞു. രാജി എന്ന് പറയുന്ന അഭിനേത്രി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു അല്ലേ? അപ്പം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ആഗ്രഹത്തോടുകൂടി പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന പുതിയ ആൾക്കാരോട് ഈ ജീവിതാനുഭവങ്ങളൊക്കെയുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? എനിക്ക് പുതിയ ആൾക്കാരോടല്ല, ഉദ്ദേശിച്ചത് ഈ ഒരു ആഗ്രഹം മാത്രമല്ല, ഈ ഒരു സിനിമാ നടി എന്ന് പറഞ്ഞ ആഗ്രഹം മാത്രമല്ല, എനിക്ക് ചെറിയ രീതിയിലൊരു ബിസിനസ് ഞാൻ നടത്തുന്നുണ്ട്. അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ 1000-10,000 കൂട്ടി ഞാൻ സ്വന്തമായിട്ട് ആരും സപ്പോർട്ട് ചെയ്തതല്ല, ഞാൻ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം ഏതെങ്കിലുമൊക്കെ വീടിൻ്റെ മുക്കിലെ മൂലയിലിരുന്ന് ഒരു മൊബൈലിനകത്ത് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും പുറത്തോട്ട് വരാൻ പറ്റും. കാരണം ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നില്ലേ, വെറും വണ്ടിയായിരുന്നു. എൻ്റെ ഭർത്താവ് രാജി ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ മുമ്പിലെത്തുമ്പോൾ കണ്ണ് നിറഞ്ഞു നിന്നിരുന്നൊരു ഒന്നും അറിയാത്തൊരു പൊട്ടിപ്പെണ്ണായിരുന്നു ഞാൻ. എൻ്റെ ഇടത്തും വലത്തും എൻ്റെ ഒലുമിലും വന്നപ്പോഴാണ് എന്നിൽ അമ്മയാണ് ഏറ്റവും വലിയ ധൈര്യശാലിയായത്. എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും. സിനിമാ നടി ആകണമെന്നല്ല, സ്പോർട്സ് താരമോ ബിസിനസ്സോ ഒരു കുഞ്ഞ് പെട്ടിക്കട ഇടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങളെ കൊണ്ട് പറ്റും. എനിക്ക് പറ്റിയില്ലേ, എനിക്ക് അതേ പറയാനുള്ളൂ. സിനിമാ നടി ആകുന്നത് മാത്രമൊന്നുമല്ല വലിയ കാര്യം. എത്രയൊക്കെ കഷ്ടപ്പെടേണ്ടി വന്നാലും നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടൊരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരും എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് ആളുകൾക്ക് ചേച്ചിയും അമ്മയും അമ്മായിമ്മയും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആളുകളിലേക്ക് ഒരുപാട് അടുത്ത് കഴിഞ്ഞു. ഇനി ഭാവിയിലും ഒരുപാട് നല്ല നല്ല പ്രൊജക്ട്സുകൾ ഉണ്ടാകട്ടെ. ഇനി വരുന്ന കണ്ടന്റുകളാണെങ്കിലും ആളുകൾ ഹോൾ ഹാർട്ടഡ് ആയിട്ട് സ്വീകരിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എന്തായാലും എൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഒരുപാട് പേര് ഇരുന്ന് പോയി കസേര എനിക്കൊരു ഇടം തന്നല്ലോ. താങ്ക് യു. ഓക്കെ.